അപ്പോൾ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ആൻഡ് ഇന്ന് നിങ്ങളെ അറിയിച്ചിരിക്കുന്ന ടോപ്പിക് ബാലൻസിങ് സ്ക്രീൻ ടൈം ഷേപ്പിംഗ് ഹെൽത്തി ഡിജിറ്റൽ ഹാബിറ്റ് ഫോർ കിഡ്സ് എന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലത്ത് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് അല്ലേ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വളർന്നു വരുന്ന ഓരോ കുട്ടിയും മൊബൈൽ ഫോണിലായിരിക്കും. ഇപ്പൊ എന്തിനും ഏതിനും നമുക്ക് കുട്ടികൾക്കും ഒക്കെ ആവശ്യം മൊബൈൽ തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് കുട്ടികൾ അതിൽ നിന്ന് മാറ്റാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം ആൻഡ് പാരന്റിങ് കൺട്രോൾ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ പാരന്റ്സ് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ ഒരു ഡിജിറ്റൽ കാലത്ത് കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് ബാലൻസ് ആക്കി കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വെബിനാർ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു സെഷൻ എടുക്കാനായിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷൗക്കത്ത് അലി കമീൽ സാർ ആണ്. അദ്ദേഹം പാരന്റിങ് കോച്ചാണ്. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസും വെബിനാറും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റി ആണ്. ആൻഡ് IIT ബോംബെയിലെ സ്റ്റുഡന്റ് കൗൺസിലർ ആണ്. ആൻഡ് നമ്മുടെ സൈബ്രിഡ്ജിന്റെ മെയിൻ ഫാക്കൽറ്റിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വെബിനാർ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെഷൻ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഷൗക്കത്ത് അലി സാറിനെ വെൽക്കം ചെയ്യാം. Hi everyone, good evening. Good evening, sir. Good evening. Okay, thank you everyone. നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു പരിധിവരെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കാത്ത, അതല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് അനുഭവിക്കാത്ത ഒരു പാരന്റും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈവൻ പാരന്റ്സ് അല്ലാത്തവരും നമ്മുടെ സ്വന്തം ലൈഫിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അനുസരിച്ചും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ മക്കളുടെ സമയം, നമ്മുടെ സമയം, എംപ്ലോയീസിന്റെ ടൈം, ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ സമയം ഒരുപാട് കവർന്നെടുക്കുന്ന ഒരു പ്രോബ്ലമാണ് ഓവറായിട്ടുള്ള ഡിജിറ്റൽ യൂസേജ് എന്നുള്ളത്. നമ്മുടെ സാധാരണ മറ്റു വെബിനാറുകളിലൊക്കെ പോലെ തന്നെ ഇവിടെയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻസൈറ്റുകൾ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് അബ്സ്ട്രാക്ട് ലെവലിൽ കുറെ തിയറിയും ഫിലോസഫിയും എന്നുള്ളതിന് പകരം ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള ചില ടൂൾസും മെത്തേഡ്സും നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഓക്കെ, സോ ആർക്ക് വേണമെങ്കിലും ഇടക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോഗ്രാം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരല്പം ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഞാനൊരു പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? Yes, sir. Yes. ഓക്കെ, സോ ഡിജിറ്റൽ ഡയറ്റ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വെയിറ്റ് ഗെയിൻ, അതുപോലെ ഭക്ഷണ രീതി എന്നുള്ളതൊക്കെ. അതിന് നമ്മൾ സാധാരണ പറയാ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ യൂസേജ്, അതിൽ നമുക്ക് എങ്ങനെ ഒരു ഡയറ്റ് കൊണ്ടുവരാം, ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ്. നമുക്കറിയാം സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസസ്, വ്യത്യസ്ത രൂപത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസസ്, അത് ടാബ്ലറ്റ്, അതുപോലെ കമ്പ്യൂട്ടറുകള്, സ്മാർട്ട് ഫോണുകള്, ഈവൻ സ്മാർട്ട് വാച്ചുകള്, ഇങ്ങനെ പല രൂപത്തിലും ഡിജിറ്റൽ ഡിവൈസസ് നമ്മോട് വളരെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എന്ന് പറയുമ്പോൾ ഈവൻ വെയറബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാച്ച് പോലെ ധരിക്കാൻ പറ്റുന്ന, എന്നാൽ അതേസമയം വളരെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരുപാട് ഡിവൈസസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇതിന്റെ ആ ഒരു അവൈലബിലിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പഴയ കാലത്ത് നമ്മൾ ടെലിവിഷനും മറ്റും ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടറുകളാണെങ്കിൽ നമുക്ക് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേബിൾ ആയിട്ട് വെച്ചുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുക.
ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ എവിടെങ്കിലും ഒരു ചുമരിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഇത് സ്ഥിരമായിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ വലിപ്പം കുറഞ്ഞു വന്നപ്പോൾ നമുക്കത് എവിടെയും ഒതുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തി. ഇപ്പൊ പലപ്പോഴും ഈ അഡോളസന്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് പാരന്റ്സ് വളരെ ഷോക്കായി കൗൺസിലറോട് റിപ്പോർട്ട് ചെയ്യുന്ന, ആസ് എ കൗൺസിലർ എന്റെ അടുത്ത് വരുന്ന സമയത്ത് പല പാരന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളുടെ അടുത്തുനിന്ന് 11th-ലും 12th-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തുനിന്ന് പാരന്റ്സ് ഈ ഇത്തരം ഡിവൈസസ് കണ്ടെത്തുകയും അഥവാ പാരന്റ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ അറിവില്ലാതെ അവര് ശരീരത്തില് വസ്ത്രത്തിലും മറ്റും ഒളിപ്പിച്ചുകൊണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം ഉപയോഗിച്ച് അവസാനം ചില ഘട്ടത്തിൽ പാരന്റ്സ് ഇത് കാണുകയും ഷോക്കാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. കാരണം അത്രയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസ് ഒരു ഭാഗത്ത് ചുരുങ്ങുന്നു, അതിന്റെ വലിപ്പം, ഉപയോഗം വളരെ വിശാലമാവുന്നു. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മള് സാധാരണ ഇപ്പൊ ആളുകള് വാഷ്റൂമിൽ പോകുമ്പോഴും ടോയ്ലറ്റ് പോകുമ്പോഴും എപ്പോഴും ഇത് കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആക്സസിബിലിറ്റി, ഇപ്പം ഇന്റർനെറ്റ് ഒക്കെ വളരെ വ്യാപകമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഹൈ സ്പീഡ് 5G ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. മൊബൈലിന്റെ റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ആക്സസിബിലിറ്റി വളരെ കൂടുമ്പോൾ നമ്മൾ അതുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഈ ഡിപ്പെൻഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വെറും നെഗറ്റീവ് ആയിട്ട് മാത്രം കാണേണ്ടതില്ല. ഒരു ഭാഗത്ത് നമുക്കത് അത്യാവശ്യമാണ്, മറ്റൊരു ഭാഗത്ത് നമ്മൾ അതിനെ ഓവർ യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് എവിടെങ്കിലും ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ടാക്സി വിളിക്കണമെങ്കിൽ ഓല, ഊബർ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ സേഫ് ആണ് പലപ്പോഴും, കമ്പയർഡ് ടു നമ്മളൊരു നോർമൽ ടാക്സി വിളിക്കുന്നതിനേക്കാളും. അതുപോലെ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യണമെങ്കിൽ അതിനുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഈ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിന്റെ ഉപയോഗം എന്നല്ല അത്യാവശ്യം തന്നെ നമുക്കുണ്ട്, മറ്റൊരു ഭാഗത്ത് ഇതേ ഡിവൈസസ് തന്നെ നമുക്ക് വളരെ അനാവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, സോ ഈ ഡിജിറ്റൽ ഡിവൈസസ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇത് കുട്ടികളുടെ കേസിൽ മാത്രമല്ല, വലിയവരാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടികള്, അഡോളസെൻസ്, യങ് അഡൾട്ട്സ്, ഈവൻ അഡൾട്ട്സും ഓൾഡ് ഏജിലുള്ള ആളുകളും, അക്രോസ് ദി ഏജസ്, ഏതൊരു പ്രായത്തിലുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വരാം. നമുക്ക് കുട്ടികളെ കുറ്റപ്പെടുത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്, പക്ഷെ അതേസമയം നമ്മളൊക്കെ ഈ വലിയവർക്കും എല്ലാവർക്കും സംഭവിക്കുന്ന, ഈവൻ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വരെ പലപ്പോഴും ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ ഓവർ യൂസേജ് കാരണം അവരുടെ അച്ചീവ്മെന്റ്സും സമയവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ അനാവശ്യമായിട്ട് ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. മാനസികമായിട്ട് പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ആങ്സൈറ്റി വളരെ കൂടും. നമുക്ക് എപ്പോഴും ഒരു ആകുലതയും ഭയവും നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങും. അതിന്റെ പ്രധാന റീസൺ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന സമയം നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ പലതും ഡിലേ ആവുമ്പോൾ, കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, അതുപോലെ പ്രൊജക്ടുകൾ ചെയ്യാനുണ്ടാവും, അതുപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പാകം ചെയ്യാനും അവരുടെ മറ്റ് ടാസ്കുകളും ഉണ്ടാവും. അതുപോലെ എന്താ പറയാ, ജോലി, പല രൂപത്തിലുള്ള റെസ്പോൺസിബിലിറ്റികൾ, ജോലിയുമായി ബന്ധപ്പെട്ട പല ഉത്തരവാദിത്തങ്ങളും ഡിലേ ആവും ഓവറായിട്ട് ഈ മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും
നാം നിർബന്ധമായി ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ഡിലേ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആങ്സൈറ്റി വരും, ഉത്കണ്ഠ വരാൻ തുടങ്ങും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എന്റെ റെസ്പോൺസിബിലിറ്റികൾ മുഴുവൻ അവിടെ നടക്കാതെ പോവുകയാണല്ലോ. പെട്ടെന്ന് നമുക്ക് ഇൻസൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ആങ്ഷ്യസ് ആവും. ആ സമയത്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടും, വായിൽ വെള്ളം വറ്റുന്നത് പോലെ തോന്നും, നമുക്ക് തലക്ക് കനം വരുന്നത് പോലെ, ഹെവിനെസ് ഇൻ ഹെഡ് എന്ന് പറയുന്ന നമുക്ക് തലക്ക് ഭാരം വരുന്നത് പോലെ തോന്നും. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിഷാദ രോഗം ഈ ഡിജിറ്റൽ ഡിവൈസസ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ സാധാരണ നമ്മൾ കാണാറുള്ളതാണ്. ആസ് എ കൗൺസിലർ എൻ്റെ അടുത്ത് പല കേസുകളും വരുമ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈസസും ഇതിലൊരു വില്ലൻ തന്നെയാണ് ഈ ആളുകളിൽ വിഷാദ രോഗവും മറ്റും കൊണ്ടുവരുന്നതിൽ. ഒരുപാട് ഗവേഷണങ്ങൾ റീസെന്റ് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു അധികമായിട്ടുള്ള സ്ക്രീൻ ടൈം ഉള്ള ആളുകളിൽ ഡിപ്രഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ദേ ആർ വൾണറബിൾ ഫോർ ഡിപ്രഷൻ. അപ്പം അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും നമുക്ക് അവസാനം കുറെ കുറ്റബോധം തോന്നുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ഒരു വേർത്ത്ലെസ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അഥവാ എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ള ആ രൂപത്തിലുള്ള ചിന്തകൾ നമുക്ക് വരാൻ തുടങ്ങും. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഓവർ ടൈം, ഓവർ യൂസേജ് പലപ്പോഴും പല മാനസിക പ്രശ്നങ്ങളിലേക്കും വരും. പിന്നെ ഇത് ഒരുവിധം ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കം കിട്ടായ്മ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂവിങ് ആയിട്ടുള്ള, ഒരുപാട് മൂവ്മെന്റ് ഉള്ള, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള, നല്ല ലൈറ്റ് ഉള്ള ഇമേജസും വീഡിയോസും നമ്മൾ ഈ ഡിവൈസസിൽ ഇങ്ങനെ കാണുമ്പോൾ അതിൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്? ഇത് മൂവിങ് ആണ്, കളർഫുൾ ആണ്, അതുപോലെ തന്നെ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. പലതും നമ്മൾ ഓരോ റീൽസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ന്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റോറി കാണുമ്പോഴും അതിലൊക്കെ വളരെ രസകരമായിട്ടുള്ള, നോവൽറ്റി ഉള്ള, പുതുമയുള്ള പലതും ഉണ്ട്. അപ്പൊ ഈ പുതുമയുള്ള, കളർഫുൾ ആയിട്ടുള്ള, നല്ല പ്രകാശമുള്ള, ഇത്തരം ചലിക്കുന്ന, മൂവ് ചെയ്യുന്ന ഈ ഫോട്ടോകളും വീഡിയോകളും കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ഹൈലി സ്റ്റിമുലേറ്റഡ് ആണ്. നമ്മുടെ കണ്ണുകൾ വളരെയധികം ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണത്. അപ്പൊ നമ്മൾ ഈ രാത്രി ബെഡിൽ കിടന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ തലച്ചോറും നമ്മുടെ കണ്ണുകളും എല്ലാം വളരെ ഹൈലി സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള, ഉണർന്നിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ മൊബൈൽ ബെഡിൽ കിടന്നിട്ടും യൂസ് ചെയ്യും. കുറെ സമയം അതില് ആ ഒരു ക്യൂരിയോസിറ്റിയും അതിന്റെ ആ ഒരു പ്ലഷറും കാരണം അതിൽ ടൈം സ്പെൻഡ് ചെയ്യും. ഇനി അവസാനം അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി നിർത്തി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ വേണ്ടി വരും ഉറക്കം വരാൻ. കാരണം ഡിലേ വരും സ്ലീപ്പിന്. പെട്ടെന്ന് ഈ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് പോവില്ല. അപ്പൊ ഇത് ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ മിനിമം ഒരു 2-3 ദിവസം ഈ രൂപത്തിൽ ഉറക്കം ഡിലേ ആവാത്തവർ വളരെ കുറവായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. എപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്, എപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. ഇപ്പം പല ആളുകൾക്കും ഫ്രീ ആവുന്നത് രാത്രി കിടക്കുന്ന സമയത്താണ്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമാവും നമ്മൾ ഫ്രീ ആവുന്നത്. അപ്പൊ ആ സമയത്താവും നമ്മൾ എന്താ പറയാ, വാർത്തകളും മറ്റൊക്കെ നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്നത്. ഈവൻ നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചും പലരും പലതും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പല രൂപത്തിലുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഈവൻ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളും ഇതൊക്കെ രാത്രി വൈകിയതിന് ശേഷം ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഉണ്ട്. അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോകൾ പോലെയുള്ള വീഡിയോകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നല്ല ലക്ഷ്യത്തിൽ തന്നെ പലരും ഇത് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് കുട്ടികളൊക്കെ എന്താ പറയാ, സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നാളെ സ്കൂൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാട് സമയം ഇത് കേൾക്കാൻ തയ്യാറാവും. അപ്പൊ നമുക്ക് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഒരു ബാലൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ബ്രെയിനിൽ ഈ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് ഉണരണം എന്നുള്ളത്
വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. റെട്ടിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന അതുപോലെ ബ്രെയിനിലുള്ള പല പല സിസ്റ്റംസും യോജിച്ചുകൊണ്ടാണ് ഈ ഒരു സിക്കാഡിയൻ റിതം നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബ്രെയിനിന് ഒരു കൃത്യതയുണ്ട് നമ്മുടെ ജീവിതത്തിന്, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോഴാണ് ഉണരേണ്ടത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കൃത്യമായ ടൈം സെറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല നമ്മുടെ ബ്രെയിനിനെ. കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ ഓവറായിട്ട് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡിലേ ആയിട്ട് കിടന്നുറങ്ങും. ചില സമയത്ത് നമ്മൾ നേരത്തെ കിടന്നുറങ്ങും. ഈ ഒരു സമയത്ത് നമ്മുടെ ന്യൂറോ ബയോളജിക്കൽ സിസ്റ്റം, ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ് നമ്മുടെ ആ ഒരു റുട്ടീനെ കുറിച്ച്. ഇപ്പൊ നമുക്ക് അറിയാം, മുമ്പ് പഴയ കാലത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ നമുക്കറിയാം, ഒരു കൃത്യസമയമായാൽ ഒരു അലാം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഉണരും. അതിന്റെ കാരണം എന്താണ്? നമുക്കൊരു കൃത്യമായ സിസ്റ്റം, നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു അലാം സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇപ്പം നമ്മൾ വളരെ വേരിയബിൾ ആയിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു അലാം സെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. അങ്ങനെ ഈ ഓവർ ആയിട്ടുള്ള ഡിവൈസ് യൂസേജ് കാരണം നമ്മുടെ സ്ലീപ്പ് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും സമയത്തിന് ഉറങ്ങാതെ ഇരുന്നാൽ തന്നെ നമുക്ക് പല രൂപത്തിലുള്ള മാനസിക രോഗങ്ങൾ വരും. നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും ആവശ്യമില്ല. ഉറക്കം ശരിയാവാതിരുന്നാൽ തന്നെ പല ആളുകൾക്കും ലോ മൂഡ് വരും. എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ വരും. അതുപോലെ തന്നെ ആങ്സൈറ്റി വരാൻ തുടങ്ങും. ശ്രദ്ധക്കുറവ് നന്നായിട്ട്, ഇത് ഇപ്പം വിദ്യാർത്ഥികളൊക്കെ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് വന്ന് പറയുന്ന ഒരു പ്രശ്നം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ നന്നായിട്ട് കുറയും. അതുപോലെ മെമ്മറൈസ് ചെയ്യാൻ കഴിയൂല പലപ്പോഴും. കാരണം നമ്മുടെ മെമ്മറി കൺസോളിഡേഷൻ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എക്സ്പീരിയൻസ് ചെയ്ത, ലേൺ ചെയ്ത കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ഉറക്കം പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, മനസ്സിന്റെ സമനില തെറ്റും. അതുപോലെ തന്നെ ശരീരത്തിന്റെ സമനിലയും തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാലും ഒരു ജനറൽ ഫിസിഷ്യന്റെ അടുത്ത് പോയാലൊക്കെ സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഉറക്കം എങ്ങനെയുണ്ട്, മറ്റൊന്ന് ഭക്ഷണം സമയത്തിന് കഴിക്കാറുണ്ടോ. കാരണം ഈ രണ്ട് കാര്യങ്ങൾ പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ ഈ രൂപത്തിൽ ഇതിനെ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന സ്ലീപ്പ് പ്രശ്നമാക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈസസ് നമ്മൾ ഒരു കൃത്യത ഇല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, നമുക്ക് പലതും ശ്രദ്ധിക്കാൻ കഴിയില്ല. പഠിക്കണം എന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്ക് അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കമ്പ്യൂട്ടറിലാണ് പഠിക്കുന്നതെങ്കിൽ അവര് മറ്റു ചില ടാബുകൾ, ആ പഠിക്കേണ്ട വിഷയം ഒരു 5 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോർഡം വരാൻ തുടങ്ങും, ശ്രദ്ധ കിട്ടാതാവും. അപ്പൊ ഇതെല്ലാം ഈ ഒരു സ്ക്രീൻ ടൈം കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനി ഇന്ററാക്ഷൻ, ലൈക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ? ഈ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നതും ഈ മൊബൈൽ യൂസിന്റെ ഇതായിട്ടുള്ളതല്ലേ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതെ, ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മൊബൈലുകൾ വരുന്നതിന് മുമ്പ് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ADHD എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മൊബൈൽ യൂസേജ് കാരണമാണ് എന്ന്. അതേസമയം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടി മൊബൈൽ യൂസേജ് കൂടി ചെയ്യുന്ന സമയത്ത്, ഇത്തരം ഡിജിറ്റൽ ഡിവൈസസ് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതൽ പീക്ക് ലെവലിലേക്ക് എത്തും. എന്നതുപോലെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പൊതുവെ ഹൈപ്പർ സ്റ്റിമുലേഷൻ സീക്കിംഗ് ബിഹേവിയർ ഉള്ളവരാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും പ്രചോദനങ്ങൾ കിട്ടണം, പുതുമ ഉണ്ടാവണം അവരുടെ ലൈഫിൽ. അപ്പൊ ഈ പുതുമ തേടിയിട്ട് പോകുന്നതുകൊണ്ട് പഴയ കാലത്തൊക്കെ ADHD ഉള്ള കുട്ടികൾ എന്താ ചെയ്യുക? ഒരുപാട് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചെയ്യും. വളരെ ഉയരമുള്ള സ്ഥലത്ത് കയറുക, അതുപോലെ വളരെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റുമാണ് ചെയ്യുക. അതേസമയം
ഇപ്പോ ഈ ADHD ഉള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒരു പഠനത്തിലേക്കോ മറ്റൊക്കെ ശ്രദ്ധിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ഈ ഡിജിറ്റൽ ഡിവൈസസ് എത്ര സമയം വേണമെങ്കിലും ഇവർ യൂസ് ചെയ്യാൻ തയ്യാറാവും. അതിന് അവർക്ക് ആ ഒരു റെസ്റ്റ്ലെസ്സോ മറ്റോ നമ്മൾ കാണാറില്ല. കാരണം ഇതിൽ ആ നോവൽറ്റി സീക്കിങ്, ഓരോ പുതിയ റീൽസും ഓരോ പുതിയ വീഡിയോസും കാണുന്ന സമയത്ത് അവർക്ക് അവിടെ ആ നോവൽറ്റി വരുമ്പോൾ അവർ കൂടുതൽ എന്താ പറയാ, ഹൈലി സ്റ്റിമുലേറ്റഡ് ആവും. ഇനി ഈ ADHD ഉള്ള കുട്ടികളൊക്കെ ഈ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള, വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള, നമുക്ക് ഒരു എന്താ പറയാ, ആ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഓരോന്നും പുതിയത് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യുക, കാണുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസസിലുള്ള കണ്ടന്റ് തുടർച്ചയായിട്ട് കാണുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അവർക്ക് വേറെ ഒന്നും ഒരു സുഖമുള്ളതായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ വേറുള്ളതൊന്നും ഇനഫ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ട് തോന്നില്ല. നമ്മൾ പറയും ഒരു ഹരം കിട്ടാത്ത പോലെ തോന്നുക അവർക്ക്. അഥവാ ഓഫ്ലൈൻ ആക്ടിവിറ്റീസിലൊന്നും അവർക്ക് ഹരം ഉണ്ടാവില്ല. കാരണം അത്രയും സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അവർക്ക് ഈ ഡിവൈസസിലൂടെ കിട്ടുന്നത്. പിന്നെ അവരെ നമ്മൾ മാനേജ് ചെയ്യാന്ന് പറയുന്നത് നല്ല പ്രയാസമായിട്ട് വരും. അപ്പൊ ADHD ഉള്ള കുട്ടികൾക്ക്, അവരുടെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ ഡിവൈസസ് ഒന്നുകൂടി ആ പ്രോബ്ലം കൂടുതൽ വഷളാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഈ ADHD എന്ന് പറയുന്നത് നമുക്ക് നല്ല രൂപത്തിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാ ADHD ഉള്ള കുട്ടികളും ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ADHD ഉള്ള പല ആളുകളും ഹൈ അച്ചീവേഴ്സ് ആണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് അവര് ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവര് വളരെ പ്രോ ആക്റ്റീവ് ആണ്, അവർക്ക് പലതും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്, എത്ര എഫേർട്ട് എടുത്താലും ക്ഷീണം വരാത്തതാണ്. അപ്പൊ അവരുടെ ഈ ഒരു പോസിറ്റീവ്, ഈ ഹൈ എനർജിയെ നമ്മൾ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ജീവിതത്തിൽ പല അച്ചീവ്മെന്റ്സും നേടിയെടുക്കാൻ കഴിയും. അതേസമയം ഇത്തരം അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അത് ഡ്രഗ്സ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഡിജിറ്റൽ ഡിവൈസസ് ആണെങ്കിലും ഈ അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അവർ അട്രാക്റ്റഡ് ആവും. അത് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യും. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ ഒപ്പീനിയൻ? സർ, ഈ ഒരു ഇത് നമ്മുടെ ഓവറോൾ കോഗ്നേറ്റീവ് ഫങ്ഷനെ ബാധിക്കുമല്ലോ. അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുമോ? മീൻസ് ഓൾറെഡി നമുക്കറിയാം ഇതിൽ പെട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഒക്കെ വീക്കായി, ഇനി നമുക്ക് ഇതിനൊന്നും റിവേഴ്സ് ചെയ്തിട്ട് ആ ഒരു പഴയ സ്റ്റേജിലോട്ട് പോകാന് പറ്റുമോ സർ നമുക്ക്? വെരി ഗുഡ്. ഫാത്തിമ എന്താ ചെയ്യുന്നത്? സർ, ഞാനിപ്പോ കറന്റ് PG സൈക്കോളജി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനെ അത് അഫക്റ്റ് ചെയ്യും. കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ ആൻഡ് മെമ്മറി, അതുപോലെ നമ്മൾ പറയുന്ന വർക്കിംഗ് മെമ്മറി, ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഒരാള് സ്ഥിരമായിട്ട് ഈ ഡിജിറ്റൽ ഡിവൈസസ് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കൊഗ്നിറ്റീവ് സ്കിൽസ് എല്ലാം അതിന് ഒരു ഡെഫിസിറ്റ് വരാൻ തുടങ്ങും. എന്ന് പറയുമ്പോൾ അമിതമായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് മെമ്മറി കുറയും, നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി കുറയും, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറയും. നമുക്ക് പിന്നെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ കൊഗ്നിറ്റീവ് സ്കിൽസ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ, നമ്മുടെ ബ്രെയിനിന്റെ എബിലിറ്റി കുറയുമ്പോൾ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഫാത്തിമ ചോദിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഏത് രൂപത്തിലാണോ ദൈനംദിന ജീവിതത്തിൽ ലോകത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്, അഥവാ നമ്മൾ എന്തെല്ലാമാണ് ഒരു ദിവസത്തിൽ അനുഭവിക്കുന്നത്, ആ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് അയാളുടെ അറ്റൻഷൻ കുറയുമ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് അയാളുടെ മെമ്മറി കപ്പാസിറ്റി കുറയുമ്പോൾ, യഥാർത്ഥത്തിൽ അയാളുടെ ബ്രെയിനിൽ ഈ മെമ്മറിക്ക് ആവശ്യമായിട്ടുള്ള, ഒരൊറ്റ മിനിറ്റ്,
ഓക്കെ. യഥാർത്ഥത്തിൽ ഈ ബ്രെയിൻ മെമ്മറിക്കോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബ്രെയിനിലുള്ള ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ മോഡുലാർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് കൂടുതൽ സയന്റിസ്റ്റുകളും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്കില്ലിനും ഓരോ മൊഡ്യൂൾ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗമുണ്ട്, മെമ്മറിക്ക് വേണ്ടിയിട്ട് വേറൊരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ മെമ്മറി, അറ്റൻഷൻ, ഇതിനു വേണ്ടി നമ്മുടെ ബ്രെയിനിലുള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾക്ക് ഒരു കേടും പറ്റുന്നില്ല നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും. നമ്മളിപ്പോ MRI മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ കാണുന്നില്ല സ്ട്രക്ചറലി. അതിന്റെ അർത്ഥം നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എല്ലാ മൊഡ്യൂൾസും നമ്മുടെ ബ്രെയിനിൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ അതിനെ അബ്നോർമൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് ആ ഒരു സിസ്റ്റത്തെ ഫങ്ഷനിങ് അല്ലാതായി മാറും. എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷന്റെ ഏരിയ ഫങ്ഷനിങ് അല്ലാതായി മാറും. അപ്പൊ ഒരാള് ഒരു ഘട്ടത്തിൽ തീരുമാനിക്കാണ്, ഞാൻ ഓവറായിട്ട് ഇത്തരം ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് കാരണം എനിക്ക് ഇപ്പൊ ഓർമ്മശക്തി കുറവാണ്, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഇൻസൈറ്റ് ഒരു വ്യക്തിക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരന്റ്സിന് കുട്ടികളെ കുറിച്ച് തോന്നുന്ന സമയത്ത്, അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് സീക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ, ഒന്നിരിക്കൽ സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനുള്ള പ്രോസസ്സ് അവർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് വീണ്ടും ഈ സ്കില്ല് തിരിച്ചു കിട്ടും. കാരണം ഇതിന്റെ മൊഡ്യൂൾസ് നമ്മുടെ ബ്രെയിനിൽ ഇൻടാക്റ്റ് ആണ്, അതിനൊരു കേടും പറ്റുന്നില്ല. നമ്മുടെ ബ്രെയിനിന് ഈ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായത് കാരണം നമ്മൾ കുറച്ചു കാലത്തേക്ക് ഈ മൊബൈൽ യൂസേജ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു പുതിയ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ അതിനനുസരിച്ച് വീണ്ടും വികസിക്കാൻ തുടങ്ങും, വീണ്ടും ഫങ്ഷനിങ് ആവാൻ തുടങ്ങും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളിത് ഈ ഒരു ഓവർ യൂസേജിൽ നിന്ന് പുറത്ത് വരാതെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ കൊഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് കൂടുതൽ സ്ട്രോങ് ആയി, എസ്റ്റാബ്ലിഷ്ഡ് ആയി, പിന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യം കൂടി കുറച്ച് പ്രസന്റേഷൻ നടത്താം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഓക്കെ സർ. ഓക്കെ, നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസസ് കൊണ്ട് സാധാരണ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് സോഷ്യൽ സ്കിൽസ് കുറഞ്ഞു പോവുക എന്നുള്ളതാണ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അഥവാ നേരിട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആളുകളുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടാവുമ്പോഴേ അവർക്ക് അവരുടെ സ്കിൽസ് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ പലതും പ്രസന്റ് ചെയ്യാനും, ഈവൻ ജോബിന് പോകുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും, അതുപോലെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനും, ഇങ്ങനെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, സാമൂഹ്യ ജീവിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്കില്ലാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ സ്കില്ലില് കാര്യമായ ഡെഫിസിറ്റ് വരും. കുട്ടികളും നമ്മളൊക്കെ കൂടുതലായിട്ട് ഈ മൊബൈൽ യൂസേജ് ചെയ്തു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഓൺലൈൻ ആയിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആവും, ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത് സാധാരണ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അവർക്ക് ഓൺലൈൻ ആയിട്ട് ചാറ്റ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ അവര് നല്ല സ്കിൽഡ് ആയിരിക്കും. പക്ഷെ അതേസമയം ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും എങ്ങനെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് എറ്റിക്വറ്റ്സ്, ആളുകളുമായിട്ട് ഏത് രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. അപ്പൊ ഇത് ഒരു ബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, അഥവാ ഓഫ്ലൈൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഇന്ററാക്ഷൻസും ഒരു ഭാഗത്ത് നന്നായിട്ട് നടക്കുമ്പോൾ അതോടൊപ്പം ഓൺലൈൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും നടക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം വരില്ല. അതേസമയം
ഒരാള് കൂടുതലും അയാളുടെ ടൈം ഈ ഓൺലൈൻ ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സിറ്റുവേഷനിലൊക്കെ ജോലിക്ക് പോലും നമ്മൾ പോവേണ്ടി വരുന്നില്ല പുറത്ത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പം ടെക്നിക്കൽ ആയിട്ടൊക്കെ നോളജ് ഉള്ള ആളുകൾ, അതുപോലെ ഡിസൈൻ സ്കില്ലുള്ള ആളുകൾ, അവർക്കൊക്കെ വീടുകളിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യാം. നല്ല സാലറിയും കിട്ടും. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. കാരണം അവർക്ക് ഈ ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ജോലികൾ പോലും റൂമിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു പോകും. ഇത് പലപ്പോഴും പല മാനസിക രോഗങ്ങൾക്കും കാരണമാകും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ ബന്ധം നിലനിൽക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം കിട്ടുന്നത്. അതല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമുക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് പരസ്പരം സഹായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ലൈഫിന് മീനിങ് തരുന്നത്. അപ്പൊ ഈ ഓൺലൈൻ ഇപ്പം പ്രത്യേകിച്ച് പല കുട്ടികളും, ഞാൻ ഒരുപാട് അഡോളസൻസുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് അനോണിമസ് ആയിട്ടുള്ള ചാറ്റ് റൂമുകളിൽ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ ഭയങ്കര അഡിക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം അതിനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എനിക്ക് ഒരാളോട് എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിൽ ചാറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനെല്ലാം പറ്റിയ അനോണിമസ് പ്ലാറ്റ്ഫോം ഉണ്ട്. അനോണിമസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന് കേൾക്കുന്ന ആൾക്കറിയില്ല, കേൾക്കുന്ന ആൾ ആരാണെന്ന് എനിക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ അനോണിമസ് പ്ലാറ്റ്ഫോമുകളിൽ ഏത് വൃത്തികെട്ട രൂപത്തിലും എന്ത് രൂപത്തിലും വേണമെങ്കിലും ഒരാൾക്ക് ഇടപെടാം. അങ്ങനെ ഇടപെടുന്നതിൽ അഡിക്ഷൻ വരുന്നത് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷനിൽ നമ്മൾ വളരെ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പൊ ഈ ഒരു രൂപത്തിലേക്കൊക്കെ നമ്മൾ സ്ഥിരം നമ്മുടെ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് ഒരു റിയൽ ലൈഫിൽ യഥാർത്ഥ ആളുകളുമായി, യഥാർത്ഥ വ്യക്തികളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിൽ അവർ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പം ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ ഓവർ യൂസേജ് കൊണ്ട് വരുന്ന മറ്റൊരു പ്രധാന പ്രോബ്ലം ആണ് ഈ സോഷ്യൽ സ്കിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസോ ഉണ്ടോ? ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈസസ് കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്. അതേ സമയത്ത് ഈ വാട്സപ്പ് ഒക്കെ വന്നതോടുകൂടി പഴയ ബന്ധങ്ങൾ, നമ്മളെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയും കൂടി ഉണ്ട് കരുതലോടുകൂടി ചെയ്താൽ. അതെ 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 തീർച്ചയായിട്ടും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല ബന്ധങ്ങളും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ലാത്ത, ഈവൻ നമ്മുടെ ഈ 20-30 വർഷം മുമ്പുള്ള ക്ലാസ്മേറ്റ്സിന്റെ കൂട്ടായ്മ, ഇതെല്ലാം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ഇതില് ആവശ്യവും അത്യാവശ്യവും ഉള്ള ഭാഗങ്ങൾ ഈ ഡിജിറ്റൽ ഡിവൈസസിലുണ്ട്. അതേസമയം അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞൊരു വേർഡാണ് ബാലൻസിങ്. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, താങ്ക് യു ഷീത. എനിവൺ എൽസ്? ഹലോ സാർ, പറയൂ. അബ്ദുൽ ഹമീദ്. ഞാൻ എൻ്റെ PGന്റെ ഡിസർട്ടേഷനായിട്ട് ചെയ്തത് ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ മീഡിയ എമംഗ് യങ് അഡൽട്സ് എന്നുള്ള ഇതായിരുന്നു. ഗുഡ്, ഗ്രേറ്റ്. ഇതിൽ കുറെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, പാരന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊന്ന് ഡിസെൻഗേജ്മെന്റ്, അതുപോലെ ഫങ്ഷണൽ ഇമ്പയർമെന്റ്. ഇതിന്റെ കൃത്യമായ ഡയഗ്രം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഈ സാർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ
പിന്നെ അത് നമ്മൾ റിസൾട്ടിൽ വളരെ വന്ന കാര്യങ്ങള് ആണ് സാറ് ധരിച്ചെന്നുള്ളത് പറയുമ്പോൾ പിന്നെ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഹമീദ്. ഗ്രേറ്റ്. നല്ലൊരു വളരെ എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ള റിസർച്ച് ആണ് ഹമീദ് ചെയ്തിട്ടുള്ളത്. അതെ, ഇത് ഇപ്പം ഒരുപാട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ പഠനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാനും കൂടി കഴിയണം. ഇത്തരം റിസൾട്ടുകൾ നമ്മൾ എന്താ പറയാ പബ്ലിഷ് ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. അതോടൊപ്പം നമുക്ക് ഈ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ഭാഗം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു. സർ, വെർച്വൽ ഓട്ടിസത്തിനെ പറ്റി ഇനി പറയുന്നുണ്ടോ? ഇല്ല, നമുക്ക് പറയാം. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോറി, ഒരു കോള് വന്നതായിരുന്നു. ഇനി മറ്റൊരു പ്രധാന ഏരിയ ഈ ഡിവൈസ് യൂസേജിന്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് ആണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ പൊതുവെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ അനുഭവങ്ങളും എക്സ്പോഷറും വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ എത്രയോ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കുറെ മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന സിലബസുകളൊക്കെ നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന സിലബസ് ഇപ്പൊ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരു വിഭാഗം ഈ ഡിജിറ്റൽ ഡിവൈസസിന് നിയന്ത്രണമില്ലാത്തത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ തെരഞ്ഞു കുറെ ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മൾ ഇത്തരം കേസുകൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ ഡിജിറ്റൽ ഡിവൈസസിന് അതിന്റെ യൂസേജ് ബാലൻസ് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ കുട്ടികൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം അവർക്ക് അക്കാഡമിക് ടാസ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റിമുലേറ്റിംഗ് അല്ലാതായി മാറും. ഈ പുസ്തകം വായിക്കുന്നതും അതിലുള്ള കാര്യങ്ങളും പഠിക്കുന്നതിനേക്കാളും എത്രയോ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ ഡിവൈസസിലുള്ളത്. അതുപോലെ ഈ ഡിജിറ്റൽ ഡിവൈസസ് തന്നെ ഒരു പഠന മാധ്യമം കൂടിയാണ്. നമുക്ക് പുസ്തകങ്ങൾ വായിക്കാനും മാഗസീൻസ് വായിക്കുവാനും അതുപോലെ പ്രൊജക്ടുകൾ ചെയ്യാനും കോഡിംഗ് ചെയ്യാനും എല്ലാം ഈ ഡിവൈസസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് ഈ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ പലപ്പോഴും പെട്ടെന്ന് അറിയാതെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചിലതിലേക്ക് വളരെ പെട്ടെന്ന് സ്ലിപ്പ് ആവും. കാരണം പ്രൈവസി ഉണ്ട്, എല്ലാം ആക്സസിബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾ പെട്ടെന്ന് ഈ അക്കാഡമിക്സ് അങ്ങ് വഴി തെറ്റിപ്പോകും. ഇപ്പം പാരന്റ്സിന് ഡിവൈസസ് കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല പല കേസിലും, കാരണം കുട്ടികൾക്ക് ഇത് ആവശ്യമാണ്. എന്നാൽ കുട്ടികൾ ഇത് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പോലും അവരറിയാതെ പലപ്പോഴും മറ്റുള്ള പലതിലേക്കും സ്ലിപ്പായി പോകും. ഒരു ക്ലിക്ക് വിത്ത് റെസ്പോൺസ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു കാര്യമായിട്ട് ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് എന്റെ നോട്ടിഫിക്കേഷനിൽ പെട്ടെന്നൊരു ഫ്രണ്ട് റിക്വസ്റ്റ് കാണുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂസിന്റെ ടൈറ്റിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നു, ഇല്ലെങ്കിൽ ആരോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തത് എനിക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. പെട്ടെന്ന് ഞാൻ എന്റെ വർക്ക് എന്താണെന്ന് അറിയാണ്ട് ഞാൻ അതങ്ങ് ക്ലിക്ക് ചെയ്ത് പോകും. ഇത് ഈവൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ ഈ ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രസകരമായ ലോകത്തിലേക്കുള്ള എൻട്രി ആയി. പിന്നെ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ മറന്നുകൊണ്ട് പലപ്പോഴും സമയം കുറേ അതിൽ പോകും. ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഇനി ഈവൻ ഒരു പ്രത്യേക കാര്യം നോക്കാൻ വേണ്ടിയിട്ടാവും ചിലപ്പം നമ്മുടെ ലാപ്ടോപ്പോ മൊബൈലോ തുറക്കുന്നത്. അതിന്റെ ഇടയ്ക്കാവും ഈ നോട്ടിഫിക്കേഷനിൽ ചിലതൊക്കെ കണ്ടിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാവും അയ്യോ ഞാൻ എന്തിനാണ് ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം അത്രയും നമ്മളെ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള യൂസർ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ ലോകം.
യൂസർ എക്സ്പീരിയൻസ് എത്ര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു, എത്ര മനുഷ്യൻ ചിന്തിക്കാതെ മനുഷ്യനെ എങ്ങനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഓരോ ആപ്പിന്റെയും ഓരോ വെബ്സൈറ്റിന്റെയും സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലുള്ള വളരെ പെട്ടെന്ന് നമ്മൾ ട്രാപ്ഡ് ആവുന്ന ഈ ഡിജിറ്റൽ ഡിവൈസസ് നമ്മുടെ കുട്ടികൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് പെട്ടെന്ന് അങ്ങ് താഴോട്ട് പോകും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ പാരന്റ്സ് കുട്ടികളുമായിട്ട് കുറെ വഴക്കുണ്ടാക്കും. അതിലൂടെ കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വഷളാവും. ഈ കുട്ടികൾ പിന്നെ പഠനത്തിൽ നിന്നും അക്കാഡമിക്സിൽ നിന്നൊക്കെ വഴി തെറ്റി വേറെ പല രൂപത്തിലേക്കും ഉള്ള ആ പൊട്ടൻഷ്യലും എബിലിറ്റീസും ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് എത്തും. അപ്പോൾ ഈ കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് താഴോട്ട് പോകും. നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇന്നത്തെ ലോകത്ത് വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. നല്ല സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നവർക്കേ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ ജീവിതം. അപ്പം അതിന് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പറ്റാതെ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ പാരന്റ്സിന് ഗൈഡ് ചെയ്യാനും കൂടി കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ റൂറൽ ഏരിയയിൽ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഗ്രാമപ്രദേശങ്ങളിലും മറ്റും രക്ഷിതാക്കൾക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്നും അറിയില്ല. കുട്ടികൾക്ക് ഇതിന്റെ ആക്സസിബിലിറ്റിയും അതുപോലെ ഈവൻ രക്ഷിതാക്കളെ പറ്റിച്ചുകൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പഠനവും വളർച്ചയും കരിയറും എല്ലാം മുരടിച്ചു പോകുന്ന ആ ഒരു ഘട്ടം വളരെ മോശമാണ് പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മളെ ഒരുപാട് വളരേണ്ട, ഒരുപാട് വിജയിക്കേണ്ട പലരും തളർന്നു പോകുന്നത് ഈ ഒരു ട്രാപ്പിലൂടെയാണ്. അപ്പൊ അത് നമ്മൾ വളരെ ബോധവാന്മാരായി നമ്മുടെ മക്കളെ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മുടെ മക്കളെ എന്ന് പറയുമ്പോൾ നമ്മളും ആദ്യം നമ്മിൽ നിന്ന് തുടങ്ങണം. പിന്നെ നമ്മുടെ മക്കളെ ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ യൂസേജ് ഒരു രോഗമായി വരുന്ന അവസ്ഥ, അഥവാ നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം മദ്യപാനം ഒരാൾ അഡിക്റ്റ് ആവാം, ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ, പല രൂപത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് ആളുകൾ അഡിക്റ്റ് ആവുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഡിവൈസസിലേക്കും ആളുകൾ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താം. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വാർണിംഗ് സൈന് എക്സസീവ് സ്ക്രീൻ ടൈം. ഒരാളുടെ ഒരു ദിവസത്തെ ഉണർന്നിരിക്കുന്ന സമയം അതിന്റെ കൂടുതലും ഡിജിറ്റൽ ഡിവൈസസിലാണ് അയാൾ സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എമൗണ്ട് ഓഫ് ടൈമും ഈ ഡിജിറ്റൽ ഡിവൈസസിലാണ് ഒരാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക്, അല്ലെങ്കിൽ ആ കുട്ടി ഡിജിറ്റൽ അഡിക്ഷനിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, നെഗ്ലക്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അഥവാ പലതും ചെയ്യാണ്ട് പക്ഷെ അതിനേക്കാളും പ്രാധാന്യം ഈ ഡിവൈസസിന് കൊടുക്കുക. സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരിക, സോഷ്യൽ ഐസൊലേഷൻ, ആളുകളുമായിട്ട് കണക്ഷൻ ഇല്ല. ഇപ്പം എൻ്റെ അടുത്ത് ആസ് എ കൗൺസിലർ എൻ്റെ അടുത്ത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഈ ചെറുപ്പക്കാർ റൂമില് വാതിൽ അടച്ചിട്ട് ഇരിക്കുക, എന്നിട്ട് ആ എന്താ പറയാ കമ്പ്യൂട്ടറിന്റെയോ മൊബൈലിന്റെയോ ടാബ്ലറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അതില് സ്വയം ഇരുന്ന് ചിരിക്കുക, സ്വയം ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഗെയിം കളിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക, ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ എത്തുമ്പോഴാണ് ഇത് രോഗമായി മാറുന്നത്. അങ്ങനെ ഒരു രോഗമായി മാറുമ്പോൾ ഇത് ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യും, ജോലിയെ ബാധിക്കും. പലപ്പോഴും അബ്സെന്റീസം, ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകില്ല, അല്ലെങ്കിൽ ജോലിക്ക് എത്തേണ്ട സമയം ഡിലേ ആവും. അതുപോലെ അക്കാഡമിക്സിൽ മാർക്ക്, സ്കൂളിലും കോളേജുകളിലൊക്കെ മാർക്ക് കുറയാൻ തുടങ്ങും, സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ പല ശാരീരിക രോഗങ്ങളും, തലവേദനയും ക്ഷീണവും കണ്ണിന് പ്രയാസങ്ങളൊക്കെ വരുന്ന ഈ രൂപത്തിൽ ഒരാൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു അഡിക്ഷന്റെ സൈനാണ്. അത് നമ്മൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും. അതാണ് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ആളുകളിൽ ഈ ഒരു അഡിക്ഷൻ പ്രകൃതം കാണുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അത്രയും വേഗം നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇതില് ഒരു ഭാഗം
നമ്മൾ ഈ ഡിജിറ്റൽ അഡിക്ഷനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ബാലൻസിങ്ങിലൂടെ. മറ്റൊരു ഭാഗം അഥവാ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ സ്വയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഈ ഒരു അഡിക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പല രൂപത്തിലുള്ള സെൽഫ് ഹെൽപ്പ് മെത്തേഡുകൾ അവൈലബിൾ ആണ്. പല ആപ്പുകളും അവൈലബിൾ ആണ് ഇത്തരം അഡിക്ഷൻസ് നിന്ന് പുറത്തു വരാൻ. അതുപോലെ സൈക്കോളജിക്കൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലൂടെ ആളുകൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം. ഈവൻ ചില ആളുകൾക്കൊക്കെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ വരും. എന്ന് പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവർക്ക് തീരെ ഉറക്കം വരാതിരിക്കുക, വിറയൽ തോന്നുക, എക്സ്ട്രീം കേസുകളിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും. ഏതായാലും എത്ര നേരത്തെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുന്നോ അത്രയും വേഗത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. എത്ര ഡിലേ ആവുന്നോ അത്രയും പ്രയാസം വരും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ ഡിജിറ്റൽ അഡിക്ഷൻ ആയിട്ട് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ ഭക്ഷണം സ്പൂണിലാക്കിയിട്ട് വായിൽ വെച്ചുകൊടുക്കുക ചെയ്യുക സമയമാകുമ്പോ. കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവന് ഈ ഡിവൈസ് ഓഫ് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അവനില്ല. അത്രയും സമയം അവന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. സിബ്ലിങ്സിനെ നന്നായിട്ട് അഗ്രസീവായിട്ട് അവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യും ഈ ഡിജിറ്റൽ ഡിവൈസസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുക. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? അടുത്തത് നമ്മൾ ഇതിന്റെ ബാലൻസിങ് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പറഞ്ഞോളൂ. ഈ സാറ് പറഞ്ഞല്ലോ ഏർലി ഇന്റർവെൻഷനിലൂടെ ഇവരെ സഹായിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആപ്പുകളൊക്കെ അതിനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറയാമോ സാറേ? ഏതൊക്കെയാണ് ആപ്പുകൾ, അതുപോലെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നതിന് പറയാമോ? അതെ, ഇതില് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ എന്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സൈക്കോളജി സ്റ്റുഡൻസും സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നവരുമാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലൈഫിൽ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ 5 Ds എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നിംഹാൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് 5 Ds എന്ന് പറയുന്നത്. 5 D എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ഡീഫോക്കസ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ മാറാൻ വേണ്ടി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. ഞാൻ ആ പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഫേസ്ബുക്ക് നോക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കണം എന്ന് സാധാരണ ഒരു ഫേസ്ബുക്ക് നോക്കുന്നത് തെറ്റായിട്ടില്ല. പക്ഷെ അയാൾക്ക് തന്നെ അറിയാം ഞാനിപ്പോ ഫേസ്ബുക്ക് നോക്കേണ്ടതില്ല, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണം എന്ന് തോന്നുക, എനിക്ക് ഇപ്പൊ ഒന്നും വാങ്ങേണ്ടതില്ല, പക്ഷെ എന്നാലും ആ ഷോപ്പിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരാൾക്ക് ഒരു ഇൻസൈറ്റ് വരുന്നു, പക്ഷെ അയാൾ ഭയങ്കരമായിട്ട് ആ ടെംപ്ടേഷൻ ഡിവൈസ് യൂസ് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ വരുന്ന സമയത്ത് അയാൾക്ക് ഒരു ഈക്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് അയാൾ മാറുക എന്നുള്ളതാണ് ഒരു പ്രധാന സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാം, വേണമെങ്കിൽ ഒരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റഡ് ആവും, നമ്മുടെ ശ്രദ്ധ മാറും. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ പുറത്തിറങ്ങിയിട്ടൊന്ന് നടക്കാൻ പോവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന മറ്റൊരു ടാസ്കിലേക്ക് നമ്മൾ ഡീഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡീഫോക്കസിംഗ് എന്ന് പറയുന്ന എല്ലാ അഡിക്റ്റീവ് ബിഹേവിയേഴ്സിനും ഉള്ള സൊല്യൂഷൻ ആണ്. ഇപ്പം മദ്യപാനാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് എന്താണ് അതിലൂടെ കിട്ടുന്നത്?
ആർക്കെങ്കിലും പറയാം, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. ഒരാള് ഈ അഡിക്റ്റീവ് ആയിട്ട് ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ അഥവാ അനാവശ്യമായിട്ട് ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ അയാൾ അതിൽ നിന്ന് എന്താണ് ഗെയിൻ ചെയ്യുന്നത്? പ്ലഷർ പ്ലഷർ എന്ന് പറയുന്ന കാര്യമാണ് അയാൾ അതിൽ നിന്ന് കിട്ടുന്ന, അയാൾക്കൊരു ഒരു സുഖം കിട്ടുന്ന അത് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഈ പ്ലഷർ കിട്ടാനുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് മാർഗങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്ലഷറബിൾ ആക്ടിവിറ്റീസിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലഷറബിൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അതാണ് നമ്മൾ ഈ ഡീഫോക്കസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കുട്ടികളിലൊക്കെ ഈ മോശമായിട്ടുള്ള ചില ബിഹേവിയേഴ്സ് കാണുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ മറ്റോ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ പലപ്പോഴും എന്റെ മറ്റു വെബിനാറിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സാമ്പിൾ. ഒരു 6 വയസ്സായ ഒരു കുട്ടി സെക്ഷൽ സ്റ്റിമുലേഷൻ ചെയ്യാണ് എന്ന് പറഞ്ഞാല് അവന് എങ്ങനെയോ അവനൊരു ഈ ഒരു സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്ന അവന് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം വലിയ ആളുകള് സെക്ഷലി മൂവ് ചെയ്യുന്നത് പോലെ ഇവന് ബെഡിലോ മറ്റോ ഒക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ പാരന്റ്സിന് ഭയങ്കര പേടിയായി. ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, ആളുകൾ കാണുമ്പോൾ മോശമാണ് എന്നൊക്കെ ഉള്ള രൂപത്തില്. അങ്ങനെ ഈ കുട്ടിയെ പല ഡോക്ടേഴ്സിന്റെ അടുത്തും കൊണ്ടുപോയി പലരും പല സംശയങ്ങളും പറയാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ഏർലി മെച്യൂരിറ്റി ആണ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഞാൻ ഈ കൊച്ചു പയ്യനെ കണ്ടപ്പോ, ചെറിയൊരു കുട്ടിയെ കണ്ടപ്പോ എനിക്കിത് വലിയൊരു പ്രോബ്ലം ആണ് എന്ന് തോന്നിയില്ല. കാരണം ഒരു സാധാരണ ഒരു കുട്ടി, അവന്റെ പ്രശ്നം അവന് എപ്പോഴോ ഒരു പ്ലഷർ കിട്ടി. ആ പ്ലഷർ കിട്ടിയത് കാരണം പിന്നെ അവന് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവരോട് ഒരു സജഷൻ കൊടുത്തു. അവര് കോഴിക്കോടുള്ളവരായിരുന്നു. മിഠായി തെരുവിൽ പോയിട്ട് ഒരു ചെണ്ട വാങ്ങി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഇവരോട്. അപ്പൊ ഈ പാരന്റ്സിന് അത് വല്ലാണ്ട് മനസ്സിലായതൊന്നുമില്ല. പക്ഷെ എന്നാലും അവര് ഒരു ചെണ്ട വാങ്ങി കൊടുത്തു. ഈ കുട്ടി ഈ ചെണ്ട കിട്ടിയപ്പോ, ചെണ്ടയും അത് കൊട്ടാനുള്ള അതിന്റെ ഉപകരണം കിട്ടിയപ്പോ ഈ കുട്ടി ചെണ്ടയും കൊട്ടിയിരുന്നു. അതില് നല്ല സ്റ്റിമുലേറ്റിംഗ് ആണ്, കാരണം നല്ല ശബ്ദം വരാൻ തുടങ്ങി. ബാക്കിയുള്ള കുട്ടികൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ തുടങ്ങി. അവന് അറ്റൻഷൻ കിട്ടി. അപ്പൊ ഇവന് കുറഞ്ഞ ദിവസം കൊണ്ട് ഈ ഒരു പ്ലഷർ മറന്നു. ആ ഒരൊറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷനിലൂടെ ആ കുട്ടിയിൽ ആ ഒരു സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ബിഹേവിയർ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒക്കെ നമുക്ക് ആ പ്ലഷർ കിട്ടുന്നത് മൈനസ് പ്ലഷർ ആണ്. മൊബൈൽ ഇല്ലെങ്കിൽ നോ പ്ലഷർ. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്താൽ മതി? പ്ലഷർ കിട്ടാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കുട്ടികൾക്ക് രസം കിട്ടുന്ന വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ കൊണ്ടുവരാം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ചില കുട്ടികൾ ചിത്രം വരക്കാൻ കഴിവുള്ളവരായിരിക്കും, ചിലർ പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കും, ചില കുട്ടികൾക്ക് പ്രൊജക്ടുകൾ, ഇലക്ട്രോണിക് പ്രൊജക്ടുകൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് പലതും ചെയ്യാൻ കഴിയുന്ന, ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പല രൂപത്തിലുള്ള സ്കിൽസ് ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഇത്തരം സ്കില്ലുകൾ നമ്മൾ കണ്ടെത്തുക, പ്രത്യേകിച്ച് കായികാഭ്യാസങ്ങൾ, കരാട്ടെ, മാർഷൽ ആർട്സ്, ഫുട്ബോള്, അപ്പൊ ഇങ്ങനെയുള്ള കായികാഭ്യാസങ്ങളും അതുപോലെ അക്കാഡമിക് സ്കിൽസും, ഇത്തരം സ്കിൽസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനുള്ള അവസരം അവർക്ക് കൊടുക്കുക. അതിനെ നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഇവരെ ഇടപെടുമ്പോൾ അവർക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെൽത്തി പ്ലഷർ കിട്ടാൻ തുടങ്ങും. അപ്പൊ പിന്നെ അവർക്ക് ഡിജിറ്റൽ ഡിവൈസസ് നിർബന്ധമാവാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഷൗക്കത്ത് സർ, ഇത് പിന്നെ ഇതാണല്ലോ, ഇത് സൈക്കോളജിക്കലി പ്രോബ്ലം ആണല്ലോ. കുട്ടികൾ അവര് സൈക്കോളജിക്കലി റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിന് ഒരു ഫിസിക്കൽ ഒരു ആൾട്ടർനേറ്റീവ് കൊടുത്തുകൊണ്ട് പിന്നെ നമുക്കതിന് അറ്റൻഷൻ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അവരുടെ മെന്റലി അവര് ഓൾറെഡി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. മെന്റലി സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ അവരുടെ സൈക്കോളജിക്കലി റിലേറ്റഡ് ആണ്, മോർ ഓഫ് സൈക്കോളജിക്കലി റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് അവരെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എളുപ്പം പറ്റിയേക്കാം. പക്ഷെ സാധാരണ പാരന്റ്സിന് അങ്ങനെ പറ്റിക്കൊള്ളണം എന്നുണ്ടോ? എനിക്ക് എന്റെ സംശയമാണ്. അതെ, നമുക്ക് ആർക്ക് വേണമെങ്കിലും പോസിബിൾ ആണിത്. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ബിഹേവിയറൽ അനാലിസിസും മറ്റും ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട്
പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് ഇന്ന സിറ്റുവേഷൻ ആണ് ഈ കുട്ടിയെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ കുട്ടി ഈ അഡിക്ഷൻ കാരണം ഇന്ന കാര്യങ്ങളാണ് ആ കുട്ടിക്ക് നേടുന്നത്. ഞങ്ങൾ ABC അനാലിസിസ് എന്ന് പറയും, ആന്റിസിഡന്റ് ബിഹേവിയർ കോൺസിക്വൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ബിഹേവിയറൽ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അതേസമയം ആസ് എ പാരന്റ് നമ്മൾ ഇതിനെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലഷേഴ്സ് നമ്മൾ നാച്ചുറൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികളിൽ നമുക്ക് ബാലൻസിങ് കൊണ്ടുവരാൻ കഴിയും. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഡീഫോക്കസ് ചെയ്യുക, ഇത് ഞാൻ ഇനി സ്ലൈഡുകളിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എന്താ പറയാ, ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. സ്ലൈഡ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം ഓൾട്ടർനേറ്റീവ് സ്ലൈഡും കൂടി പ്ലഷേഴ്സ്, വേണം സാറേ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും കാര്യങ്ങൾ. പിന്നെ സാർ ഒരു ഡിയെ പറഞ്ഞോളൂ, 5 Ds അല്ലേ അതെ പറഞ്ഞത്? ഞാൻ അതിലേക്ക് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡി ആണ് ഡീഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീഫോക്കസ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ. നമ്മള് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ആ 5 D പറഞ്ഞു പോയിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി പരീക്ഷയ്ക്ക് എഴുതാനുള്ള. പക്ഷെ അത് എങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. അപ്പൊ അബ്സ്ട്രാക്ട് ലെവലിൽ നിന്ന് നമ്മളൊരു കോൺക്രീറ്റ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് കൊണ്ടുവന്നത്. എങ്ങനെ നമുക്ക് കുട്ടികളെ ഡീഫോക്കസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവർക്ക് ഓൾട്ടർനേറ്റീവ് പ്ലഷേഴ്സ് കൊണ്ടുവരാം, അതിനുള്ള എക്സാമ്പിൾസ് ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. ഇറ്റ്സ് പോസിബിൾ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ബാലൻസിങ് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. അതാണ് ഈ ഡീഫോക്കസിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ഡീഫോക്കസിങ് ആണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഡീസ് ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന്, ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, അതാണ് അടുത്ത ഡി. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ, ഓക്കെ പറയൂ. ഈ ഡീഫോക്കസിങ് നമുക്കിപ്പോ അഡിക്ഷൻ ഒക്കെ ഉള്ള ഒരു കുട്ടിയില് പെട്ടെന്ന് ഒരു സ്വിച്ചിങ് നമുക്ക് പോസിബിൾ ആണോ? അവര് നമുക്ക് വല്ലാണ്ട് അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ തന്നെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുക, ശബാന പറയൂ. അതിലിപ്പോ സ്ക്രീൻ ടൈം ഒറ്റയടിക്കുമ്പോ നമ്മള് സ്ക്രീൻ പറ്റത്തില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒരു വല്ലാണ്ട് വൈലന്റ്ലി ബിഹേവ് ചെയ്യുമല്ലോ. അതെ അതെ, അപ്പം ഞാനിവിടെ കുറേശ്ശെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് കുറച്ചു നേരം കുറയ്ക്കുക, അങ്ങനെ 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 ഗ്രാജുവലി അല്ലേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മള് ഈ ഡിജിറ്റൽ ഡിവൈസ് അവിടെ ഇപ്പൊ ഈ മൊബൈൽ നിർത്തി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇന്നത് ചെയ്യൂന്ന് പറയുന്നതിന് പകരം കുട്ടിയെ നമ്മള് ചില ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി എക്സ്പോസ്ഡ് ആക്കുക. എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു എന്താ പറയാ, ഫുട്ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഒന്ന് തട്ടി നോക്കും ചിലപ്പോ. അതല്ലെങ്കിൽ നമ്മൾ ഒരു പാർക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി അവിടെ കളിക്കാൻ തുടങ്ങും. നാച്ചുറലി നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ഗ്രാജുവലി നമുക്കിത് കുറച്ച് കൊണ്ടുവരാം. കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാം. കുട്ടികളാണെങ്കിലും അവര് പറഞ്ഞാൽ മനസ്സിലാവുന്ന എന്താ പറയാ, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതാണല്ലോ നമുക്ക്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് എപ്പോഴും റീഇൻഫോഴ്സിങ് ആയിരിക്കണം, അവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കണം. അല്ലാതെ നമുക്ക് നല്ലത് എന്ന് തോന്നിയോണ്ട് കാര്യമില്ല. അപ്പൊ ഈ അവർക്ക് ഒരു ഭാഗത്ത് അത് പ്ലഷറബിൾ ആവും വേണം, അതേസമയം അത് ഹെൽത്തി ആവണം. ഇങ്ങനെയുള്ള ടാസ്കുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ടാസ്കുകൾ ഇപ്പൊ ഈ കുട്ടികളെ മാർഷൽ ആർട്സിനും അതുപോലെ ഫുട്ബോളിനും ഒക്കെ പറഞ്ഞയക്കുക. അതുപോലെ ഇലക്ട്രോണിക് പ്രൊജക്ടുകളും മറ്റൊക്കെ കുട്ടികൾക്ക് ചെയ്യാം. അപ്പം അതിലൊക്കെ കുട്ടികൾക്കൊരു സെൽഫ് എസ്റ്റീം കൂടുന്ന അല്ലെങ്കിൽ ഹരമുള്ള ആക്ടിവിറ്റീസ് ആണ്. അത് നമ്മുടെ കുട്ടിയുടെ പ്രകൃതവും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളും മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ നമുക്കും. ഓക്കെ, ഇനി അടുത്ത ഡി എന്ന് പറയുന്നത് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വളരെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. അതോടൊപ്പം എല്ലാ ഫീൽഡിലുള്ളവരും ഉപയോഗിക്കുന്നതാണ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഇൻഹെയിൽ ചെയ്ത്
ബ്രീത്ത് ഹോൾഡ് ചെയ്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ലോ ബ്രീത്തിങ് എപ്പോഴും നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും റിലാക്സ്ഡ് ആവും. അപ്പൊ നമ്മൾ ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ സീക്കിംഗ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആവും, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ബാലൻസ്ഡ് ആവും, നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരാള് ഹൈപ്പർ സ്റ്റിമുലേഷൻ സീക്കിംഗ് ആവില്ല. അപ്പൊ അതൊരു പ്രിവെൻഷൻ കൂടിയാണ്. നമ്മൾ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കും ചെയ്യാൻ പറ്റും ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. അത് ഒരു പരിധിവരെ എല്ലാ അഡിക്ഷൻസിനുള്ള ഒരു പ്രിവെൻഷനുമാണ്. ഒരു പരിധിവരെ നമുക്ക് ഈ അഡിക്ഷൻസിൽ നിന്ന് മാറാനുള്ള മറ്റു ട്രീറ്റ്മെന്റുകൾ ചെയ്യാനുള്ള ആ ഒരു സാധ്യത ഒരുക്കാൻ ഇത് സഹായിക്കും നമ്മളെ. ഇനി മറ്റൊരു ഡി എന്ന് പറയുന്നത് ഡിസ്കസ്. നമ്മൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൗൺസിലറോട് ഡിസ്കസ് ചെയ്യാം, അധ്യാപകനോട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളും പാരന്റ്സും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് മറ്റൊരു മെത്തേഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ഡീഫോക്കസിങ്, അതുപോലെ ഡീപ് ബ്രീത്തിങ്, അതുപോലെ ഡിസ്കഷൻ. ഇനി മറ്റൊന്ന് ഡിലേ. ഇത് പ്രത്യേകിച്ച് വലിയവരായ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഡിലേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. ഡിലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് ഫേസ്ബുക്ക് തുറക്കണം എന്ന് തോന്നുന്ന, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ സ്വയം തീരുമാനിക്കുക, ഓക്കെ എനിക്ക് തുറക്കാം, ഞാനിത് ഓപ്പൺ ചെയ്യും ആഫ്റ്റർ 7-8 minutes, നോട്ട് നൗ. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് നമ്മൾ ഡിലേ ആക്കുന്നു. അപ്പോ ഈ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചേഴ്സ് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഡിലേ ആക്കാൻ കഴിയുമ്പോൾ, ഒന്ന് ഈ 7 മിനിറ്റ് 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതേ സ്ട്രോങ്ങിലുള്ള ആ ഒരു ത്വര ഉണ്ടാവില്ല. ഇത് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ആവേശം കുറച്ച് കുറയും നമ്മളൊന്ന് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ. രണ്ടാമത്തത്, ഈവൻ ഇനി നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, നമ്മൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യാണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു സെൽഫ് കൺട്രോൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഉടനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇമ്പൾസീവ് ആണ്. നമ്മൾ ഈവൻ ചിന്തിക്കുക പോലും ചെയ്യാതെ ആ പ്രവൃത്തിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനു പകരം നമ്മൾ ഒരു ഡിലേ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സെൽഫ് കൺട്രോൾ എന്നുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു വരും. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ ഒഴിവാവും. ഒരു 50% ഓഫ് ദി ടൈം നമ്മൾ ഫേസ്ബുക്ക് പിന്നെ തുറക്കില്ല. കാരണം നമ്മൾ ഈ 8 മിനിറ്റ് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഡീഫോക്കസ് പറഞ്ഞു, ഡിസ്കസ് പറഞ്ഞു, ഡീപ് ബ്രീത്തിങ് പറഞ്ഞു, ഡിലേ പറഞ്ഞു. ഇനി ഒരു ഡിയും കൂടി ഉണ്ട്, ഞാൻ ഓർമ്മ വരികയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാട്ടോ. 5ാമത്തെ ഡി എന്താണെന്നുള്ളത്. സർ ഡിസ്കഷന്റെ ഒന്നുകൂടെ ഒന്ന് പറയൂ. ഡിസ്കഷൻ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈവൻ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്കഷൻ ആണ്. അഥവാ നമ്മളൊരു കൗൺസിലറെ കണ്ട് ഡിസ്കസ് ചെയ്യാം, ടീച്ചേഴ്സിനെ കണ്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും കൂടി ഡിസ്കസ് ചെയ്യാം. അഥവാ ഒരാള് അയാളുടെ ആ ഒരു അഡിക്റ്റീവ് നേച്ചറിനെ കുറിച്ച് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് സ്വന്തം ഒരു ഇൻസൈറ്റ് കിട്ടും, മറ്റുള്ളവർക്ക് പല സജഷൻസും കൊടുക്കാനുണ്ടാവും. ഓക്കെ, തെറാപ്പികളൊന്നുമില്ല സർ? തെറാപ്പി ഓക്കെ, തെറാപ്പികൾ എന്ന് പറയുമ്പോ ഇത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നമ്മൾ ഈ തെറാപ്പികൾ എന്ന് പറയുന്നത്. ഇത്തരം മെത്തേഡുകൾ തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, പല രൂപത്തിലുള്ള അഡ്വാൻസ്ഡ് സൈക്കോതെറാപ്പികൾ ഉണ്ട്. ഇപ്പൊ ബയോ ഫീഡ്ബാക്ക് സിസ്റ്റം ഉപയോഗിച്ചിട്ട്, അതുപോലെ പല രൂപത്തിലുള്ള അഡ്വാൻസ്ഡ് മെത്തേഡുകൾ, CBT പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അഥവാ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ഇത്തരം മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൽ മാറ്റം വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പറയാൻ പറ്റുന്ന ഒരു വേദിയല്ല ഇത്. കാരണം അതിന് നമുക്ക് ഒരുപാട് സമയം വേണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് അതോടൊപ്പം ഒരു എന്താ പറയാ,
പാരന്റ്, ടീച്ചർ, ഈവൻ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതെ, അഞ്ചാമത്തെ ഡ്രിങ്ക് വാട്ടർ. ആരോ ഇവിടെ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രിങ്ക് വാട്ടർ എന്നുള്ളതാണ്. അഥവാ ഒരു ചിലടത്ത് ലോങ് സിപ്പ്. ഡീറ്റോക്സ് ഓർ ഡിസ്ട്രാക്ട് എന്ന് കാണുന്നുണ്ടല്ലോ. അതെ, ഡിസ്ട്രാക്ട് എന്ന് പറയുന്നതും ഡീഫോക്കസ് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഡ്രിങ്ക് വാട്ടർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കാണണം, അല്ലെങ്കിൽ ഒരു റീല് കാണണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മള് ഒരു എന്താ പറയാ, കുറച്ച് കൂടുതൽ വെള്ളം, ഒരു 200 ml വെള്ളമൊക്കെ നമ്മൾ ഒരൊറ്റ സിപ്പിന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഇന്റേണൽ എൻവയോൺമെന്റ് ചേഞ്ച് ആവും എന്നാണ്. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഏർജ് കുറയും. നമ്മുടെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യാനുള്ള അമിതമായിട്ടുള്ള ആവേശം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ 5 ഡികൾ നമുക്ക് സാധാരണ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, ഈ 5 മെത്തേഡുകൾ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഡിസ്കഷൻ. ഞാൻ ഒന്നുകൂടി പറയാം, തുടക്കം മുതൽ ഒന്നുകൂടി പറയാം. ഡിസ്കസ്, ഡീഫോക്കസ്, ഡീപ് ബ്രീത്തിങ്, ഡിലേ, ഡ്രിങ്ക് വാട്ടർ. ഞാൻ ഒരുപാട് ചെറിയ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണിത്. ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. യെസ്, പറയൂ. സാറ് പറഞ്ഞല്ലോ ഈ ഡീഫോക്കസിംഗ് എന്നുള്ളത്. അപ്പോ അത് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം ഒരു കുട്ടിക്ക് ഇപ്പം ഒരു ബ്ലഡിനോട് പേടിയുണ്ട്, അല്ലെങ്കിൽ അവരൊരു പേടിപ്പിച്ചിട്ട് അതിനെ ഡീഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അതിനി കണ്ടാൽ അത് വരും എന്ന രൂപത്തില് ഡീഫോക്കസിങ് ചെയ്യാൻ പറ്റുമോ? അതൊരു നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ? അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുട്ടി ഡീസെൻസിറ്റൈസ്ഡ് ആവും ഈ ഒരു സിറ്റുവേഷനോട് പലപ്പോഴും. അഥവാ നമ്മൾ ഈ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അതിൽ വലിയ യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്നുള്ളത്. അധികം വൈകാതെ തന്നെ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നതിനൊന്നും ഇഫക്റ്റ് ഇല്ലാത്ത രൂപത്തിലേക്ക് എത്തും. മറ്റൊന്ന്, ചിലപ്പോൾ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ട്രോമാറ്റിക് ആയി മാറും ചെയ്യും. എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ, ഭയവും ഉത്കണ്ഠയും കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. പിന്നെ നമ്മൾ അത് ചികിത്സിക്കാൻ നടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് പോസിറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. സാറേ, നമ്മൾ ഈ ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അതെ, പറഞ്ഞോളൂ. നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യല്ലോ, ചിലപ്പം കുറച്ച് മുതിർന്ന കുട്ടികൾ, അഡോളസൻസ് എത്താത്ത 10-13 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ വല്ലാതെ കാണുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അത് ശരിയല്ല, നല്ലതല്ല, അങ്ങനെ ആയാൽ പഠിത്തം കുറഞ്ഞു പോകും എന്നൊക്കെ ജനറലി അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഉപദേശിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഉപദേശിക്കുന്നതിന് തെറ്റൊന്നുമില്ല. നമുക്ക് കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കുട്ടികൾക്ക് എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് നെഗറ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആയാൽ ഇങ്ങനെ ആവും പറഞ്ഞിട്ട് അത് നമ്മൾ അതിന്റെ ഇമ്പാക്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും കുട്ടികൾക്ക് ഈ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതിനെക്കാളും ഉള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് വേണമെങ്കിൽ ഒരു ക്വിസ് വെക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോ ഇന്നും കൂടി എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണത്. അവരോട് ഒരു റൈറ്റപ്പ് എഴുതാൻ പറയാം, എന്നിട്ട് നമ്മൾ അത് നന്നായി കഴിഞ്ഞാൽ അതിന് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയാം. അഥവാ ഇപ്പം ഈ ഒരു ഈ പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകള് മറ്റൊരു കൺട്രിയിലെ പട്ടാളക്കാരെ ഒരു കൺട്രി പിടിച്ചു വെക്കുമ്പോൾ ഇവര് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് ഇതിൽ നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ കാണാറുള്ളതാണ്. ഈ
പിടിക്കപ്പെട്ട രാജ്യത്തെ കുറിച്ച് നല്ലത് എഴുതുന്നവർക്ക് അല്ലെങ്കിൽ നല്ലൊരു എസ്സെ തയ്യാറാക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക. അഥവാ ഇപ്പം ഒരു രാജ്യത്തിന്റെ ശത്രുക്കളെ നമ്മൾ പിടിച്ചു വെച്ചു, എന്നിട്ട് ആ ശത്രുക്കളോട് പറയാണ് ഈ രാജ്യത്തെ കുറിച്ച് നല്ലത് ഏറ്റവും നന്നായിട്ട് എഴുതുന്നവർക്ക് സമ്മാനം തരാന്ന് പറയാം. അപ്പൊ എന്തിനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല്, ഒരാള് എഴുതിയാൽ അല്ലെങ്കിൽ സ്വയം പറഞ്ഞാൽ അതൊരു അഫർമേഷൻ ആണ്. അവർക്ക് സ്വയം അത് നന്നായിട്ട് ബോധ്യാവും. അപ്പൊ നമുക്കിത് കുട്ടികൾക്ക് ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കാം. നമ്മൾ അങ്ങോട്ട് പറയുന്നത് നിർത്തണം എന്നല്ല, നമുക്ക് അങ്ങോട്ട് പറയാം. കാരണം നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പഠിച്ചത് നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ അധ്യാപകരും ഒക്കെ നമുക്ക് ഉപദേശിച്ചു തന്നതിൽ നിന്നാണ് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചത്. ഈ നല്ലത് കുട്ടികളോട് പറയുന്നത് തെറ്റാണ് എന്നൊന്നുമില്ല. അത് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പല കാര്യങ്ങളും നല്ലത് പറഞ്ഞു കൊടുക്കണം. അത് നമുക്ക് സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുക്കാം, പല രൂപത്തിലും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കുട്ടികൾ സ്വയം ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സാറേ ഒരു സാർ ഒരു സംശയം. സാറ് പറഞ്ഞില്ലേ ഈ ശത്രു രാജ്യത്തെ കുറിച്ചാണോ ഏത് രാജ്യത്തെ കുറിച്ചാണ് നന്മ എഴുതാൻ പറയുന്നത്? ഇപ്പം ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാ ഇന്ത്യൻ പട്ടാളക്കാര് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഇന്ത്യയിൽ പിടിക്കപ്പെട്ടു, പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട്. എന്നിട്ട് ഈ പാകിസ്ഥാനിലെ പിടിക്കപ്പെട്ട പട്ടാളക്കാരോട് നമ്മൾ പറയാ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ നല്ലൊരു എസ്സേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നു പറയാം. അപ്പൊ അവരിൽ വരുന്ന ഒരു മാറ്റം എന്താന്ന് പറഞ്ഞാല്, അവര് ശരിക്കും ചിന്തിക്കും ഇന്ത്യയുടെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ വന്ന ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ് റീസെന്റ് ആയിട്ട്. ഇങ്ങനെ അവര് ചിന്തിച്ച് അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് മറക്കാൻ കഴിയില്ല. അവർക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ സോഷ്യൽ സൈക്കോളജി സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, പെർsuasion സ്ട്രാറ്റജിയിൽ വരുന്നതാണത്. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ കുട്ടികളെ കൊണ്ട് കുട്ടികൾ വളരെ ക്രിയേറ്റീവ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് അവർക്ക് എന്താ പറയാ ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ അവരോട് ചോദിക്കുക ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എഴുതാൻ പറയാം. അതിനെക്കുറിച്ച് നമ്മൾ വീട്ടിലൊരു ചെറിയ പ്രസംഗം നടത്താൻ പറയാം. ഇങ്ങനെയൊക്കെ നമ്മൾ അവരോട് ചെയ്തു കഴിഞ്ഞാൽ അവരതിനൊക്കെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നല്ല ബോധം വരും, നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാളും കൂടുതൽ. നമുക്ക് അവരോട് പല രൂപത്തിൽ അതിനുള്ള കണ്ടന്റ് കളക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് സ്ക്രീൻ ടൈം എപ്പോഴാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കേണ്ട സമയം, അത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം, എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമയം, ഇങ്ങനെ നമുക്ക് ഇതിനെ ഷെഡ്യൂൾ ചെയ്യാം. കുറച്ച് ദിവസം ഷെഡ്യൂൾ ചെയ്താൽ തന്നെ കുട്ടികളിൽ കുറച്ചൊക്കെ ഒരു സെൽഫ് കൺട്രോൾ വരാൻ തുടങ്ങും. ജീവിതകാലം മുഴുവൻ ഇത് ഷെഡ്യൂൾ ചെയ്യൽ പോസിബിൾ ആവണമെന്നില്ല. അതേസമയം ഈവൻ നമ്മൾ 1 to 2 weeks തന്നെ ഈ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു രൂപം കിട്ടും, ഒരു ഫ്രെയിംവർക്ക് കിട്ടും ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഈ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ടെക് ഫ്രീ സോൺസ്. നമുക്ക് പറയാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് മൊബൈൽ അടുത്ത് വെക്കാൻ പറ്റൂല. വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് ടെക് ഫ്രീ സോൺസ് ഡിക്ലെയർ ചെയ്യാം. വീട്ടിലും സ്കൂളുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ പാരന്റ്സ് ആദ്യം റോൾ മോഡൽ ആവണം എന്ന് മാത്രം. ഈ ടെക് ഫ്രീ സോൺസ് കുട്ടികൾക്ക് മാത്രം ബാധകമായി കഴിഞ്ഞാൽ കുട്ടികൾ അതിന് തയ്യാറാവില്ല. ഇനി നമുക്ക് നിർബന്ധിതമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഞാന് എന്താ പറയാ എമർജൻസി ഡ്യൂട്ടി ഉണ്ടാവുമ്പോൾ എനിക്ക് എന്റെ മക്കളോട് പറയാം, എനിക്ക് ഇങ്ങനെ കോള് വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഫോൺ ഞാൻ എന്റെ കയ്യിൽ വെക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ അറിയാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവരോട് അപ്പോളജൈസ് ചെയ്യാം. ഇങ്ങനെ പല രൂപത്തിലും നമുക്കൊരു നല്ല റോൾ മോഡലായി മാറാം. ഫാമിലി ആക്ടിവിറ്റീസ് കൂടുതലാക്കുക. ഫാമിലി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പാരന്റ്സും കുട്ടികളും കൂടിയുള്ള പ്ലേ ആക്ടിവിറ്റീസ്. ഇപ്പം വീട്ടിൽ നമുക്ക് കബഡി കളിക്കാം, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം, സൈക്ലിങ്ങിന് പോവാം. ഇങ്ങനെ നമുക്ക് പറ്റിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ബാഡ്മിന്റൺ കളിക്കുക. ഇങ്ങനെ
കുട്ടികളും പാരന്റ്സും കൂടി ഒരുമിച്ച് കൊണ്ട് പ്ലേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ടെക്നോളജിക്കൽ അനാവശ്യമായിട്ടുള്ള ടെക്നോളജി യൂസ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് പ്ലഷേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ റിലേഷൻഷിപ്പിന്റെ സന്തോഷം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞല്ല കാണിച്ച് പ്രാക്ടിക്കലി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണ്. അത് കുട്ടികളല്ല പാലിക്കാതിരിക്കുക, കേൾക്കുന്നവരാണ് അത് ലംഘിക്കുക. സാറുണ്ട് എന്താ പറയണമെന്ന് പറയുന്നത്, നീ കൊടുക്കാം മൈക്ക്. ഓക്കെ ഓക്കെ. ഇത് നമ്മളല്ല, മുതിർന്നവരല്ല പാലിക്കാതിരിക്കും, മുതിർന്നവര് പാലിക്കാതിരിക്കും. കുട്ടികളെ മിക്കവാറും നമ്മൾ പറയുമ്പോ അത് പാലിക്കും. അതെ അതെ അതെ. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമുക്ക് നല്ല റോൾ മോഡൽസ് ആവാൻ പറ്റാതിരിക്കുമ്പോ നമ്മൾ ഈ എന്താ പറയാ, കുട്ടികളോട് കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടം കൊടുത്ത ആള് ക്യാഷ് ചോദിക്കാൻ വരുമ്പോ അച്ഛൻ വീട്ടിലില്ല എന്ന് പറഞ്ഞോന്ന് പറയുന്ന പോലെയാണ് അത്. ആ ഒരു ഇന്റഗ്രിറ്റി നഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് നമ്മളോടുള്ള റെസ്പെക്ട് തന്നെ നഷ്ടപ്പെടും. നമ്മള് നിയമം വെച്ചിട്ട് നമ്മൾ അത് ലംഘിച്ചു കഴിഞ്ഞാല് ആ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെടുന്നത്. അത് കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുക. മാത്രമല്ല അത് പറയാനുള്ളതാണ്, പാലിക്കാനുള്ളതല്ല എന്നൊരു മെസ്സേജ് ആണ് ഓട്ടോമാറ്റിക്കലി. അതെ 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 അതെ. ഞാനിപ്പോ ഞാനൊരു പരീക്ഷിച്ചതേ, അതെ എന്റെ മകനിൽ പരീക്ഷിച്ചത് എന്താ അറിയോ, മൊബൈല് ഞാനില്ലാത്ത സമയത്തൊക്കെ നല്ലോണം ഉപയോഗിക്കും. അപ്പൊ അത് ഇങ്ങനെ വെറുതെ ഒരു ഞായറാഴ്ച ഒന്നിച്ചിങ്ങനെ നിലത്തിങ്ങനെ കിടക്കാം ഹാളില്. ഞാൻ വെറുതെ കണ്ണിലേക്ക് നോക്കി, എന്റെ കണ്ണെന്തോ വളയാൻ തുടങ്ങിയോന്നു. ഞാനത് വിട്ടു, അത് പറഞ്ഞിട്ട് വിട്ടു, ഒരു കുഴപ്പമില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് ഞാൻ എന്തോ ഉണ്ട് കേട്ടോ, മൊബൈൽ നോക്കല് കുറച്ച് കൂടിനോലോ എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് അപ്പൊ ഓന് മെല്ലെ മെല്ലെ ചുരുക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു 2 മാസത്തിന് ശേഷം തോന്നുന്നു 2-3 മാസത്തിന് ശേഷം ഇതേപോലെ വല്ലാതെ കൂടി. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു എനിക്കൊന്ന് കഴിഞ്ഞ വറാത്തിന് നോമ്പാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേ വല്ലാതെ കണ്ണാടി പോയി നോക്ക്, വല്ലാതെ പോകുന്നുണ്ടല്ലോ, രണ്ട് ധ്രുവത്തിലേക്കാണോ എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിച്ചു. ഓൻ ആ മൈൻഡ് സെറ്റോട് കൂടി പോയി നോക്കിയാൽ എന്തായാലും ഒരേപോലെ കാണൂല, അത് നമുക്ക് അറിയാലോ. എന്തോ ഒരു കുഴപ്പമായിട്ട് പറഞ്ഞ അനിയനുണ്ട്, നമ്മള് ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്താളാന്നാണ്. പിന്നെ ഒരു 6 മാസത്തേക്ക് അരമണിക്കൂർ 1 മണിക്കൂർ എന്നല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസ് വേറെ SLC മറ്റേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കൊടുക്കല്ലാതെ വേറെ നിർവാഹമില്ലാത്തൊരവസ്ഥ. എന്താ പറയാ, നമ്മള് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. പക്ഷെ അത് എത്രമാത്രം പറയാൻ പറ്റില്ല. അതെ 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 അതെ. ഇതില് ഇപ്പം എന്താ പറയാ, ഈ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് നമ്മള് പറയുന്ന കാര്യം നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ കഴിയാന്നുള്ളത്. ഇപ്പൊ ഇനി അഥവാ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ ഷെഡ്യൂളും അല്ലെങ്കിൽ ടെക് ഫ്രീ സോൺ ഒക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വഷളാവുകയാണ് ചെയ്യുന്നത് കുട്ടികളെ മുമ്പില്. അപ്പൊ നമുക്ക് അതിനുള്ള സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ വഷളാവും. പിന്നെ ഈ എന്താ പറയാ, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ചില കേസുകളിലൊക്കെ അതുകൊണ്ട് ചെറിയ ഉപകാരം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോധം വരാൻ തുടങ്ങും, ഇതൊന്നും ശരിയല്ല എന്നുള്ള. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. പക്ഷെ എന്നാലും ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് കുട്ടികളെ വല്ലാണ്ട് പേടിപ്പെടുത്താത്ത രൂപത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും മെത്തേഡുകൾ ഉപയോഗിച്ച് ഇഫക്റ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് റൈറ്റ്. പക്ഷെ അത് ഫ്യൂച്ചറിൽ ഒന്നും വിശ്വസിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പാടില്ല എന്ന് മാത്രം. ഓക്കെ, ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. എന്റെ ആക്ഷൻ ചിരിച്ചോണ്ടാണ്, പേടിപ്പിച്ചിട്ടില്ല. അതെ 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 അതെ. ഗുഡ് സാർ, ഒരു ഡിഗ്രി ലെവലൊക്കെ ഉള്ള ഒരു കുട്ടികൾ, അത് കുറച്ചും കൂടി ഏജ്ഡായി, അവരെടുത്ത് നമ്മള് ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പൊ എന്റെ മകൻ അവര് മുന്നേ ഫുട്ബോളൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ ഇതില് കാണും, ഡിജിറ്റലി കാണും എന്നല്ലാതെ കളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ള ഒരു സാധനം. പിന്നെ അതൊക്കെ എനിക്കറിയാം. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അതൊക്കെ എനിക്കറിയാം. ഞാൻ അതിനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു
റിപ്ലൈ ആണ് തിരിച്ചു കൊടുക്കുക. അതെ അപ്പൊ അതെ അതെ അത്ര ഏളി സോൾവ് ചെയ്യാൻ കഴിയാത്ത വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അതെ അതെ. ഇപ്പം നമുക്ക് ചെറിയ കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ. കാരണം നമുക്കും കൂടി അവരുടെ വിഷയത്തില് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ കുറച്ചും കൂടി ഈസിയാണ്. അതേസമയം ഒരു യങ് അഡൾട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ് ഓട്ടോണമിയിലേക്ക് എത്തി. നമുക്ക് അവരെ പാരന്റ്സ് നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടിലേക്കും ചിലപ്പോൾ എത്തും. അതേസമയം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആ ഒരു എന്താ പറയാ പ്രയാസം, മാനസിക പ്രയാസം ഇവരോട് പറയാന്നുള്ള, അവരെ ഉപദേശിക്കുന്നതിന് പകരം ഇതിങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നുന്നു. ഐ ഫീൽ ഡാഷ് എന്ന് പറയുന്ന ഒരു ഐ മെസ്സേജ് ചില കേസിലെങ്കിലും അത് ഉപകാരപ്പെടും. നമ്മൾ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് അവരെ ബ്ലെയിം ചെയ്യാതെ, നീ ഇത് ചെയ്യുന്നത് കാണുമ്പോ എന്നുള്ളതിന് പകരം എനിക്ക് ഇത് കാണുമ്പോ ഇങ്ങനെ ഒരു എന്തോ ഒരു സങ്കടം വരുന്നു, വിഷമം വരുന്നു, ഞാൻ വറീഡ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊന്ന്, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും നമുക്ക് അറിയുന്നവരുണ്ടെങ്കിൽ, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മെന്റേഴ്സ്, അത് ചിലപ്പം അവര് ജിമ്മിന് പോകുന്ന സെന്ററിലുള്ള ഒരു ജിം ട്രെയിനർ ആവാം, അതല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം. ഇങ്ങനെ ആരെങ്കിലും മുഖേന നമുക്ക് അവരോട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യിപ്പിക്കാം. അവിടെയും ഈ ഉപദേശം എന്ന് പറയുന്നതാണ് എന്താ പറയാ അത്ര ഒരു ഇഫക്റ്റീവ് ആകാത്തൊരു കാര്യം. അവർ സ്വയം തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ് സൊല്യൂഷൻ. ഈ സ്വയം തീരുമാനം എടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഡീഫോക്കസ് എന്ന് പറയുന്ന കാര്യം ക്രിയേറ്റീവായിട്ട് ഇവരുടെ വിഷയത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയ അവസരങ്ങളും മറ്റും നമ്മൾ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരതിലേക്കൊന്ന് ശ്രദ്ധ മാറുക എന്നുള്ളതാണ്. ഓക്കെ സർ, താങ്ക് യു. ഇനി അതർ ക്വസ്റ്റ്യൻസ് ഓർ നല്ല ഒരുപാട് സജഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹലോ സർ. ആപ്പുകളെ കുറിച്ച് പറഞ്ഞില്ല, ആപ്ലിക്കേഷൻസ്. അതെ അതെ. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒന്ന് ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ നിയന്ത്രണം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ വെബ്സൈറ്റുകളും ആപ്പുകളും ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ ഫേസ്ബുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗ്ഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ട്. അപ്പൊ അത് കുറച്ചു കാലെങ്കിലും നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് കൺട്രോൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും അത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ പാരന്റിങ് കൺട്രോൾസ് കൊണ്ടുവരാൻ പറ്റുന്ന ആപ്പുകൾ, അഥവാ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചൈൽഡ് മോഡിലേക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ പല കാര്യങ്ങളും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പല ആപ്പുകളും പല വെബ്സൈറ്റുകളും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ഡിവൈസസിനെ മാറ്റാൻ പറ്റും. പിന്നെ ഈ രൂപത്തിലുള്ള പല ആപ്പുകളുണ്ട്. അതുപോലെ തെറാപ്പി ഓറിയന്റഡ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കതിന്റെ കൃത്യമായിട്ട് ഓരോന്നിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. അതേ സമയം സൈക്കോളജി വിദ്യാർത്ഥികൾക്കൊക്കെ സയന്റിഫിക് ജേർണൽസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഡിജിറ്റൽ ആപ്സ് ഫോർ എന്താ പറയാ ഡിജിറ്റൽ അഡിക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ഇന്റർവെൻഷൻസ് ഫോർ ഡിജിറ്റൽ അഡിക്ഷൻസ് എന്ന രൂപത്തിലുള്ള സയന്റിഫിക് ജേർണൽസ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ജേർണൽസുകൾ പഠന വിധേയമാക്കിയ ആപ്ലിക്കേഷൻസ് കൂടുതൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. അഥവാ ജേർണലുകളിൽ ഉണ്ടാവും ഇന്ന ആപ്പാണ് അവര് ട്രയലിന് വേണ്ടി അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ചില ആപ്പുകളൊക്കെ നമുക്ക് കണ്ടെത്തി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് എന്താ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഈവൻ യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈസ് യൂസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അത് മാനേജ് ചെയ്യാനുള്ള ചില സ്ട്രാറ്റജീസ് പറഞ്ഞു. ഈ സ്ട്രാറ്റജീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുക ഡീഫോക്കസ് എന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ
ഈ ഡി അഡിക്ഷൻ, പല രൂപത്തിലുള്ള ഡ്രഗ് ഡി അഡിക്ഷനും ആൽക്കഹോളിക് ഡി അഡിക്ഷനും ഒക്കെ ചെയ്തിട്ടുള്ള മീൻസ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം ഈ ഡീഫോക്കസ് എന്നുള്ളത് തന്നെ. ഒരു പ്ലഷർ നഷ്ടപ്പെടുമ്പോൾ വേറൊരു പ്ലഷർ കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ്ടും തിരിച്ച് ആദ്യത്തേലേക്ക് തന്നെ പോകും. അപ്പം അതിനുവേണ്ടി ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സൊല്യൂഷൻ. ഇനി ഈ ടെക്നോളജി യൂസ് ഹലോ തന്നെ സർ, നമ്മൾ പറഞ്ഞോളൂ. നമ്മൾ ഈ ഡീഫോക്കസിന്റെ ഭാഗമായിട്ട് ഇപ്പോ നമ്മൾ ചില നല്ല നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ മെമ്മറി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില മൊബൈൽ ഗെയിംസ് ഉണ്ടല്ലോ, അതെ അതെ, അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും? അത് ഈ ഡിജിറ്റൽ അഡിക്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അത്ര നന്നായിരിക്കില്ല. അതേസമയം അത് നമുക്കൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് കുട്ടികളുടെ ശ്രദ്ധ കൂട്ടാനും മറ്റുള്ള ഒരു മെത്തേഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്. ഓക്കെ സർ, അതെ, ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക്. അപ്പം അത് അവർ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നു എന്നുള്ളതുമായി അതിൽ അത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഗൂഗിൾ പ്ലേയിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ പോയിട്ട് ഇത്തരം ആപ്സ് കണ്ടെത്തിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതിൽ ചിലപ്പം അത് യൂസ്ഫുൾ ആവണം എന്നില്ല. കാരണം അത് സയന്റിഫിക് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ സർ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പോസിറ്റീവ് ടെക്നോളജി യൂസ്. പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഈ ടെക്നോളജിക്കൽ ഡിവൈസസ് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആവശ്യത്തിനും അത്യാവശ്യങ്ങൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ ഡിവൈസസ്. ഇതാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെ. ഡ്രഗ് അഡിക്ഷൻ, ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ അയാൾക്കും അയാളുടെ കൂടെയുള്ളവർക്കും സമൂഹത്തിനൊക്കെ അറിയാം ഇത് തെറ്റാണ് എന്നുള്ളത്. അതേസമയം മൊബൈലും മറ്റു ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല, കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പക്ഷെ അത് എവിടെ വെച്ചിട്ടാണ് അത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ഡിജിറ്റൽ അഡിക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള യൂസേജിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും. ഇപ്പൊ ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ ടൂൾസ്, നമുക്ക് പല രൂപത്തിലുള്ള ലേണിങ്ങിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കാം. എഡ്യൂക്കേഷണൽ ആപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാം. അതുപോലെ അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ട്. പല രൂപത്തിലുള്ള ലേണിങ്സ്, ഇപ്പം കുട്ടികൾക്ക് കോഡിങ് പഠിക്കാൻ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിങ്ങും കോഡിങ്ങും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാം കമ്പ്യൂട്ടേഷനിലേക്കും അതുപോലെ പ്രോഗ്രാമിങ്ങിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം വളരെ നേരത്തെ തന്നെ കുട്ടികൾ ഇത്തരം പ്രോഗ്രാമിങ്ങും കമ്പ്യൂട്ടേഷനൊക്കെ പഠിക്കാന്നുള്ളത് യൂസ്ഫുൾ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, എഡ്യൂക്കേഷണൽ ഗെയിംസ്, അതുപോലെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. അതുപോലെ കുട്ടികൾക്ക് പല രൂപത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, ഡിസൈനിങ്, ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിവൈസസ് ഉപയോഗിക്കാം. അപ്പൊ നമ്മള് പൂർണ്ണമായിട്ട് ഈ ഡിജിറ്റൽ ഡിവൈസസ് മോശമായിട്ട് പറയുന്നതിന് പകരം വീണ്ടും ഞാൻ പറയുന്നു, ബാലൻസിങ്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പാരന്റ്സിന്റെ ഗൈഡൻസിൽ പബ്ലിക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലംസ് വരാൻ സാധ്യത കുറവാണ്. സ്വയം കാര്യങ്ങൾ, ഇപ്പൊ ഒരു പ്രായപൂർത്തിയാവുക എന്ന് പറയുമ്പോൾ ലീഗലി ഇപ്പം ഒരു 18 വയസ്സാവാത്ത അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ആ കുട്ടി മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട ആ ഒരു ഏജിൽ പബ്ലിക് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള അവസരം പരമാവധി കുറച്ച് കൊണ്ടുവരിക. പക്ഷെ പലപ്പോഴും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം വലിയ കുട്ടികളാകുമ്പോൾ അവരെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് മൊബൈൽ യൂസ് ചെയ്യേണ്ടത് നിർബന്ധമായി വരും. അപ്പം നമ്മൾ ഈ ചെറിയ കുട്ടികളെ വളരെ സ്ട്രോങ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം ഒരു സമയത്ത് നമ്മൾ അത് അലോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഈ ഡിവൈസസ് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസ്, നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞു, പല ആളുകളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്ഷൻ നഷ്ടപ്പെട്ട പലരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം.
ഇപ്പൊ ഹൈബ്രിഡ് പാരന്റിംഗ് എന്ന് പറയുന്നപ്പം പാരന്റ്സ് ഗൾഫിലാണ്, അല്ലെങ്കിൽ അച്ഛൻ എബ്രോഡാണ്, അമ്മ വീട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഈ എബ്രോഡുള്ള അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ആ ഫാദറിന്റെ അബ്സെൻസ് അധികം കുട്ടികൾക്ക് ഫീൽ ചെയ്യൂല, കാരണം ഫാദറിന്റെ ഗൈഡൻസും ഇപ്പൊ കുട്ടികൾക്ക് അവർ പഠിക്കുന്നത് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം. കുട്ടികളെ വേണമെങ്കിൽ ദൂരെ നിന്ന് പാരന്റ്സിന് ഗൈഡ് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ ഇത്തരം വീഡിയോ കോളുകളും മറ്റൊക്കെ സഹായകരാവും. അതുപോലെ പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരന്റ്സുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻസ്, ന്യൂക്ലിയർ ഫാമിലികളായിട്ട് എബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് അവരുടെ പലപ്പോഴും അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് നാട്ടിലായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഗ്രാൻഡ് പാരന്റ്സുമായിട്ടൊക്കെ ഒരു നല്ല അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസിനെ പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വിർച്വൽ കൊളാബറേഷൻ, കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അക്കാഡമിക് വർക്കുകളും പ്രൊജക്ടുകളും ഒക്കെ ചെയ്യാൻ പറ്റും. ഈവൻ വലിയ ആളുകൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും ഇത്തരം ഡിവൈസസ് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേസമയം നമ്മൾ കുട്ടികൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നന്നായിട്ട് മോണിറ്ററിങ് ചെയ്യണം. ഇപ്പം കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പല രൂപത്തിലുള്ള ടെക്നോളജിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ പ്രൊജക്ടുകളും മറ്റും കുട്ടികൾക്ക് വളരെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന, അതോടൊപ്പം പഠിക്കാനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് പല ചാനലുകളിലും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ പഠിക്കാൻ സഹായിക്കാം. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് പ്രൊജക്ടുകളൊക്കെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലൂടെ അവര് ഇലക്ട്രോണിക്സ് പ്രിൻസിപ്പിൾസും മാത്സും എല്ലാം അവർ പഠിച്ചെടുക്കുകയും ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഡിവൈസസ് അവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിർച്വൽ ടൂർ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഓരോ രാജ്യത്തും ഉള്ള സ്ഥലങ്ങളും അവിടെയുള്ള അത്ഭുതങ്ങളും ആ രാജ്യത്തിന്റെ പ്രത്യേകതകളും ഒക്കെ വിർച്വൽ ടൂറായിട്ട് ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അതിനു വേണ്ടി മാത്രമുള്ള ചാനലുകൾ ഉണ്ട്, വിർച്വൽ ടൂറുകൾക്കുള്ള ചാനലുകൾ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ലോകത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടുതലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, മറ്റു പല രൂപത്തിലും അതിന് അബ്നോർമാലിറ്റിയിലേക്കും പോകും. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം എന്താ പറയാ വർക്ക്ഷോപ്പ് കൊണ്ടൊക്കെ ലേൺ ചെയ്തെടുക്കാനുള്ളത്. വളരെ വിശാലമായൊരു ടോപ്പിക്കാണ്. നമ്മുടെ സമയം എന്താ പറയാ 9 മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് അധികമായി പോയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ബേസ് ചെയ്തിട്ട് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും മറ്റൊക്കെ നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസിനെ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിവിടെ എന്താ പറയാ ഉപയോഗിക്കാം. അപ്പൊ ഇനി കൂടുതൽ ഡിസ്കഷനിലേക്കുള്ള സമയം ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ സൈബ്രിഡ്ജ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്തരം ഒരുപാട് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും സൈബ്രിഡ്ജ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹാപ്പി കിഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പാരന്റിങ് ചെയ്യേണ്ടത്, ഏറ്റവും സൈക്കോളജിക്കൽ ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കുട്ടികളെ എങ്ങനെ പാരന്റിങ് ചെയ്യാം, അതുപോലെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ എങ്ങനെ നല്ല രൂപത്തിൽ ഡീൽ ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കി തരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഹാപ്പി കിഡ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം അത് ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ലോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ 3 മാസം ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പാരന്റിങ്ങും അതുപോലെ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. അപ്പൊ നമുക്ക് സൈബ്രിഡ്ജുമായിട്ട് നിങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആവുക. പ്രോഗ്രാമുകൾക്കൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിനൊന്നുള്ള സമയം ഉണ്ട് എന്ന് തോന്നുന്നില്ല. എനിക്ക് അടുത്തൊരു പ്രോഗ്രാം ഉണ്ട് ഇനി 9:30. Okay, thank you for everyone. Thank you for attending this program. Bye. Good night. Thank you, sir. Thank you. Okay, thank you, sir. സാറിന്റെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മുടെ കുറെ കൺഫ്യൂഷൻ. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പോ നിങ്ങൾ മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ ഒരു വെബിനാറിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് നമ്മുടെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ കാലത്ത് കുട്ടികളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം. ആൻഡ് ഞാൻ ഷൗക്കത്ത് അലി സാറിനോട് ഒരുപാട് കേസ് മീൻസ് കൺഫ്യൂഷൻസ് ഒക്കെ ചോദിക്കുന്നത് കേട്ടു കുട്ടികളെ റിലേറ്റ് ആയിട്ട്. അപ്പോ എന്താ, നമുക്ക് ഇത് നമ്മുടെ ഒരു സാമ്പിൾ ക്ലാസ് മാത്രമാണ്. ഇതിന്റെ എക്സ്റ്റൻഷൻ വേർഷൻ ആണ് നമ്മുടെ ഹാപ്പി കിഡ് കോഴ്സ്. അതിൽ നമുക്ക് ഷൗക്കത്ത് അലി സാർ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് അത് 3 months ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ്. ഇപ്പോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി കിഡ് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. കുട്ടികളെ എങ്ങനെ ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഇപ്പം ഫ്യൂച്ചർ കുട്ടികൾക്ക് നല്ലത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ആണ് ബെറ്റർ ആക്കേണ്ടത് അല്ലെ? അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് ബെറ്റർ ആക്കേണ്ടത് നമ്മുടെ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതെങ്ങനെ ബെറ്റർ ആയിട്ട് ബിൽഡ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഹാപ്പി കിഡിൽ ഉണ്ടാവുന്നത്. അതുപോലെ എന്താ പറയാ, ഇപ്പൊ ഒരു കാഷ്വൽ ടോക്ക്, ഇപ്പൊ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ കോഗ്നിറ്റീവ് തിങ്കിങ് ഉള്ള നല്ല ഇന്റലിജൻസ് ഉള്ള ഈവൻ ഒരു റിലേഷൻഷിപ്പ് ആയാൽ പോലും അവർ പാരന്റ്സിനെ കണ്ടാണ് പഠിക്കുക. ഇപ്പൊ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. പിന്നെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അങ്ങനെ നല്ലൊരു ഫാമിലി എൻവയോൺമെന്റ് ഉണ്ടാക്കി അവർക്ക് ഫ്യൂച്ചർ ബെറ്റർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മക്കൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. അവരുടെ കുട്ടിക്കാലം ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും അതിലൊരു നെഗറ്റീവ് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് അത്തരത്തിലുള്ള ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പനിഷ്മെന്റ് എവിടെ കൊടുക്കണം, റിവാർഡ് കൊടുക്കേണ്ടതും അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കൺഫ്യൂഷൻസുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു കോഴ്സാണ് ഹാപ്പി കിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പൊ ആ കോഴ്സിൽ കുട്ടികൾ എങ്ങനെ ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യിപ്പിക്കണം എന്നതിലുപരി കുട്ടിയിൽ നിന്ന് പാരന്റ്സിന് എങ്ങനെ ലേൺ ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. ഓക്കെ, ഇപ്പൊ ശരിക്കും പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഫ്യൂച്ചർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത പാരന്റ്സും കുട്ടികളും ഒക്കെ ആവുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹാപ്പി ഉള്ളത്. ആൻഡ് നമ്മുടെ കോഴ്സ് ഇപ്പൊ ഈ വെബിനാറിൽ സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ മറ്റു കോഴ്സുണ്ട്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, CBT ഫോക്കസ് ചെയ്തിട്ടുള്ള കോഴ്സും അതുപോലെ പ്രൊഫഷണൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും. ഇപ്പോ സൈക്കോതെറാപ്പി കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിഗ്രിയിലും അതുപോലെ PGയിലും ഒക്കെ നമ്മൾ സബ്ജക്ട് നോളജ് നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാവും അല്ലെ? ഇപ്പം കൗൺസിലിംഗും അബ്നോർമലും അതുപോലെ തെറാപ്പി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇപ്പൊ ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് ക്ലയന്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എത്രത്തോളം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോ നമ്മുടെ CBTയിൽ എന്താ പറയാ, അത്തരത്തിലുള്ള ആ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു കൺഫ്യൂഷൻസും കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ തരാ, മീൻസ് കോൺഫിഡൻസ് ഒക്കെ തരാ എന്നുള്ളതാണ് നമ്മളെ CBT കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊഫഷണൽ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊഫഷണലി നിങ്ങളെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒരു പേഴ്സണൽ പ്രാക്ടീസ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ കരിയർ ഗ്രോത്തും ആൻഡ് സ്കിൽ എക്സ്പീരിയൻസും ഹയർ പൊസിഷൻസും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആവുന്ന, സൈക്കോളജി പഠിക്കുന്നതൊക്കെ. അപ്പൊ ആ ഒരു ഹൈ ലെവൽ പ്രൊഫഷണലിസം ആൻഡ് എക്സ്പീരിയൻസ് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ ഗ്രൂമിംഗ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്വന്തമായിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ആഗ്രഹമാണ് ഒരു ക്ലിനിക്ക് ഇടുക എന്നുള്ളത്. അപ്പൊ അത് ക്ലിനിക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം. നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ് എന്നുള്ളത് ആളുകൾ നമ്മൾ അറിയണം. അപ്പൊ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങളെ ഗ്രൂമിംഗ് ചെയ്യാനും പ്രൊഫഷണലി നിങ്ങളെ ഗ്രൂമിംഗ് ചെയ്യുക എന്നുള്ളത് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ 3 കോഴ്സും ഇങ്ങനെയാണ്. ആൻഡ് അഡ്മിഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ക്രിസ്മസോടനുബന്ധിച്ച് നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഈ ക്ലാസ്സിൽ നമുക്ക് ഈ സെഷൻ എടുക്കാനായിട്ട് വന്നിട്ടുള്ള ഷൗക്കത്ത് അലി സാറിനും അതുപോലെ ഇത്രയും നേരം കോപ്പറേറ്റ് ചെയ്ത്
ഈ ക്ലാസ് കേട്ടിട്ടില്ല ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.